ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന മൊഡ്യൂൾ 2ൻ്റെ ഒരു റിവിഷനാണ്. സോ മൊഡ്യൂൾ 1 നമ്മൾ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? ഇൻട്രൊഡക്ഷൻ ടു ഐഡിയേഷൻ, ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തൊരു ഹാഫിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അല്ലേ? അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന നിർമ്മിതിനെ ഒരു ലോ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് പേറ്റന്റ്. സോ ദാറ്റ് ഇറ്റ്സ് റൈറ്റ്സ് ആർ എക്സ്ക്ലൂസീവ്ലി ഇൻ യുവർ നെയിം. ഓക്കെ, സോ ദാറ്റ് അതേഴ്സ് വോണ്ട് മിസ്യൂസ് ഇറ്റ്. അപ്പോൾ അതിനെയാണ് IPR എന്ന് പറയുന്നത്. 4 ടൈപ്പ് IPR, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഫോർ ഓൺടർപ്രണർഷിപ്പ് അങ്ങനെ പറയാം. ഒരു ഓൺടർപ്രണർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്താണ്, സോ ദാറ്റ് ഹിസ് വെഞ്ചർ വിൽ ബി ഗുഡ് ഇനഫ്. ഓക്കെ, ഓർ വാട്ട് ആർ ദി ടൂൾ സെറ്റ്സ് ടു സ്റ്റാർട്ട് എ ബിസിനസ് അങ്ങനെയും പറയാം. വാട്ട് ആർ ദി ടൂൾ സെറ്റ്സ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, ഓർ വാട്ട് ആർ ദി ടൂൾ സെറ്റ്സ് ടു സ്റ്റാർട്ട് എ ഓൺടർപ്രണർഷിപ്പ്, ഓർ വാട്ട് ആർ ദി വാട്ട് ആർ ദി സ്റ്റെപ്സ് ഫോർ ഓൺടർപ്രണർഷിപ്പ് അങ്ങനെയും ആവാട്ടോ. ഓക്കെ, ഒരു ഓൺടർപ്രണർ ആവാനുള്ള ഫേസസ് എന്താണ്? അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്താലാണ് ഒരു ഓൺടർപ്രണർഷിപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ദീസ് ആർ ദി ടൂൾ സെറ്റ്സ് ഓർ ഫേസസ് ഇൻവോൾവ്ഡ് ഇൻ ഓൺടർപ്രണർഷിപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ഫേസ്? ഒരു ഓൺടർപ്രണർ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പയർ ചെയ്യണം, അല്ലെ? ഒരാൾ പുതിയതായിട്ടുള്ളൊരു ഒരു വർക്ക് ചെയ്യുകയാണ്, ഒരു ഐറ്റം സിന്തസൈസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഒരു പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പയർ, അല്ലെ? അയാളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കും അയാൾ പ്രൊവൈഡ് ചെയ്യാൻ പോവുക, വാട്ട് എവർ. സോ ഹി ഹാസ് എ പ്രോബ്ലം, സോ ഫോർ ദാറ്റ് പ്രോബ്ലം ഹി ഈസ് പ്രൊവൈഡിങ് എ സൊല്യൂഷൻ. സോ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ ആണ് ഫസ്റ്റ് ഫേസ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഐറ്റം ആർക്കാണ് കൊടുക്കണേ? കസ്റ്റമേഴ്സിനാണ്. സോ കസ്റ്റമേഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊഫൈൽ ചെയ്യണം. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഫേസ്. തേർഡ് ഫേസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇപ്പോൾ എന്തുണ്ടായിരിക്കും, ഇതേപോലെ ഇപ്പോൾ ഒരു സോപ്പാണെങ്കിൽ പലതരം സോപ്പുകളുണ്ട്, അല്ലേ? അപ്പോൾ അവരെയാണ് ബാക്കിയുള്ള അതേ ബ്രാൻഡിലുള്ള ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സിനെ പ്രൊഫൈൽ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. Or these are the tool sets എന്ന് പറയാം. These are the tool sets to start a business, or these are the phases involved in entrepreneurship അങ്ങനെയും പറയാം. ഓക്കെ, സോ മൊഡ്യൂൾ 2ൻ്റെ കണ്ടൻസ് വരുന്നത് ഫസ്റ്റ് ഒരു ഫേസ് എന്താണ്? പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു സിനിമയാണ് നിങ്ങളുടെ ഐറ്റം എന്ന് വിചാരിച്ചോളൂ. ഒരു ഫിലിമാണ്, നിങ്ങൾ ഒരു ഫിലിം പ്രൊഡ്യൂസർ ഒരു ഡയറക്ടർ ആണെങ്കിൽ ആളെന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ ഓറിയൻറ്റേഷൻ ആൻഡ് ക്യാൻവാസ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ദി എന്തൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആൾക്കാർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു സിനിമയിലൂടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ പ്രോബ്ലം. ടു പ്രൊവൈഡ് ഫോർ ദാറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് സിനിമ എന്നുള്ള മീഡിയം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് എ ഓറിയൻറ്റേഷൻ ആൻഡ് ക്യാൻവാസ് ഇൻട്രൊഡക്ഷൻ. ദെൻ കസ്റ്റമർ നീഡ്സ് അസസ്മെൻറ്റ്. കസ്റ്റമറിൻ്റെ എന്താണ്, ഏത് തരം സിനിമകളാണ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യം എന്നുള്ള രീതിയിൽ, അല്ലേ? പല മിക്സുള്ള ഇമോഷണൽ എല്ലാം കൂടി വരുന്നതാവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോണറിൽ വരുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ കസ്റ്റമറിൻ്റെ നീഡ് എന്താണെന്നുള്ളത് അസസ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ. ദെൻ മാർക്കറ്റ്, അല്ലെ? പലതരം ആൾക്കാർ സിനിമകൾ കാണും. അപ്പോൾ അങ്ങനെ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുക. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ആരൊക്കെയാണ് ഇത് കാണാൻ വരുന്നത്, അതാണ് ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ അവനെ പ്രോപ്പറായിട്ട് സെഗ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ആർക്കൊക്കെ കാണാൻ പറ്റുന്ന സിനിമയാണ്, ആർക്ക് ആണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ ആ രീതിയിൽ ഇതാക്കിയിട്ട് വേണം ഒരു പ്രോഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് വേണം ഞങ്ങൾ ഓൺടർപ്രണർഷിപ്പിലേക്ക് കടക്കാനായിട്ട്. ഓക്കെ, അതുപോലെ വാല്യൂ പ്രപ്പോസിഷൻ. നിങ്ങളുടെ ആ ഒരു സിനിമ എന്നുള്ളത് എന്ത് വാല്യൂ ആണ് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത്. സോ വാട്ട്, അല്ലേ, വൈ യുവർ സിനിമ ഹാസ് ടു ബി viewed by the viewers. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ആർ പ്രൊവൈഡിങ് ടു ദി കമ്മ്യൂണിറ്റി, അതാണ് വാല്യൂ പ്രപ്പോസിഷൻ. ദെൻ കോമ്പറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ, അല്ലേ, വേറെ ആൾക്കാർ ഇതുപോലെ സിനിമകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് കോമ്പറ്റേറ്റീവ് അനാലിസിസ്. ദെൻ എങ്ങനെയാണ് സിനിമ നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ലോഞ്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അത് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി എന്താണ്. ദെൻ മാർക്കറ്റ് വാലിഡേഷൻ, മാർക്കറ്റ് ഫീഡ്ബാക്ക് എടുക്കുക, അതുപോലെ അതിനെ ഇംപ്രൊവൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാർക്കറ്റ് വാലിഡേഷനിൽ വരുന്നത്. ദെൻ റെഗുലേറ്ററി ആൻഡ് ലീഗൽ കൺസിഡറേഷൻസ്, അല്ലേ? ഇപ്പോൾ അതൊരു എന്തെങ്കിലും ഐറ്റം, എന്തൊരു സിനിമയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവാം, അല്ലേ? കുഡ് ബി എ സർവീസ് ഓർ ഇറ്റ് കുഡ് ബി എൻ ഐറ്റം. അതിൻ്റെ കാര്യങ്ങളെല്ലാം ലീഗൽ കൺസിഡറേഷൻസ്. ഇപ്പോൾ ഇന്ത്യയിലാണ്, നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ ഇന്ത്യയിൽ പറയുന്ന ലോസ്, അല്ലേ? ദർ മേ ബി ആക്ട് ഓർ ബിൽസ് ഒക്കെ പാസ്സായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വരുന്ന ലോസ് ഒക്കെ അബൈഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ, അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ ഇസ് ഫസ്റ്റ് ടൂൾ സെറ്റ്. അപ്പോൾ ഇത് ഓൺടർപ്രണർ മര്യാദയ്ക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം.
അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് ആൾ എന്ത് ചെയ്യണം? കസ്റ്റമർ പ്രൊഫൈലിംഗ് അല്ലെ. ഓൺടർപ്രണർ എന്ത് ചെയ്യണം? കസ്റ്റമറിനെ പ്രോപ്പറായിട്ട് പ്രൊഫൈൽ ചെയ്യുക. റിവ്യൂ ഓഫ് ദി മാർക്കറ്റ് റിസർച്ച് അല്ലെ. മാർക്കറ്റിലെ ഈ ഒരു പ്രോഡക്റ്റിനെ എങ്ങനെയാണ് ആൾക്കാർ സ്വീകരിക്കുക എന്നുള്ള റിസർച്ച് ചെയ്യണം. അതുപോലെ കസ്റ്റമറിനെ സെഗ്മെന്റ് ചെയ്യണം. പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർ ഏതൊക്കെ അല്ലെ ഡെമോഗ്രാഫിക്, അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കും. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമറിനെ സെഗ്മെന്റ് ചെയ്യണം. ഒക്കെ കസ്റ്റമറിനെ പ്രൊഫൈൽ ചെയ്യണം. അതുപോലെ ഓരോ കസ്റ്റമറിൻ്റെയും പ്രൊഫൈൽ പ്രോപ്പറായിട്ട് പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഓരോ കസ്റ്റമറിൻ്റെയും പേഴ്സോണ ട്രേറ്റ്സ് അത് നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ വാലിഡേഷൻ ആൻഡ് അവരിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്സ് എടുത്തിട്ട് അത് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ദെൻ പ്രയോറിറ്റൈസേഷൻ ആൻഡ് സെലക്ഷൻ. ഇപ്പോൾ കുറേ ഫീഡ്ബാക്സും കാര്യങ്ങളും വരികയാണെങ്കിൽ അതിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം അതിൽ ഡിസൈഡ് ചെയ്യാൻ ആ കാര്യങ്ങളാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെസ്സേജിങ് അല്ലേ. ഇപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കൊക്കെ എടുക്കാനായിട്ടില്ലേ, ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മെസ്സേജസ് വരാറില്ലേ ഹോട്ടൽസിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മെസ്സേജിങ് എന്നുള്ളത് ത്രൂ സോ ദാറ്റ് ദ കസ്റ്റമേഴ്സ് ആർ റീറ്റെയിൻഡ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ബോധ്യം നമ്മുടെ എന്റർപ്രനറിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ആളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും വേണം കസ്റ്റമറിനെ റിട്ടേൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണം. ദെൻ അടുത്തത് കോമ്പറ്റേറ്റർ. അപ്പോൾ ആളുടെ കോമ്പറ്റേറ്റർ ആരാണ്? അപ്പോൾ ഇതേപോലെ വേറെ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ല ഈ ഐറ്റം വേറെ പേരിൽ ചെയ്യുന്ന ആൾക്കാരിനെയാണ് കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ആരാണ് കോമ്പറ്റേറ്റേഴ്സ്? പിന്നെ കോമ്പറ്റേറ്റേഴ്സിനെ പ്രൊഫൈൽ ചെയ്യണം, അവരുടെ SWOT അനാലിസിസ് പെർഫോം ചെയ്യണം. ദെൻ മാർക്കറ്റ് പൊസിഷനിങ് അല്ലേ, അവരിൽ നിങ്ങളുടെ ബ്രാൻഡ് എവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ മാർക്കറ്റ് പൊസിഷൻ ചെയ്യണം. ദെൻ അഗൈൻ കസ്റ്റമർ ഫീഡ്ബാക്ക് റിവ്യൂസ്, പ്രൈസ് അനാലിസിസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കോമ്പറ്റേറ്റർ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. സോ ദീസ് ആർ ദി 3 ടൂൾ സെറ്റ്സ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു ഓണ്ടർപ്രണർ ഈ ഒരു 3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവുക. ഓക്കെ. ദെൻ ഫസ്റ്റ് ഫേസ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ ആയിരുന്നു. സോ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രക്ചർഡ് വിഷ്വൽ ടൂൾ യൂസ് ടു ഐഡന്റിഫൈ കസ്റ്റമർ പ്രോബ്ലം, evaluate potential solutions and design strategies for product development and market entry. It provides clarity and focus for entrepreneurs to understand the feasibility of their idea. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ആൻഡ് ക്യാൻവാസ് എന്ന് പറയുന്ന പോലെ ഒരു വിഷ്വലായിട്ട് അവർ എന്തുണ്ടാക്കും? കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ് ഇതാണ്, അപ്പോൾ അതിന് ഇങ്ങനെ ഒരു സൊല്യൂഷൻസ് ഒക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങളതിനെ ഡീറ്റെയിൽ ചെയ്യണം. ദാറ്റ് ഈസ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ദെൻ സൊല്യൂഷനേക്കാളും ഇപ്പോൾ എന്തെങ്കിലും ഒരു പൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഒരു സ്ഥലത്തെ പ്രശ്നമെങ്കിൽ ആ പൊല്യൂഷനെ ടാക്കിൾ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ടെക്നോളജിയാണ് അവിടെ അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും സോയിൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് കൊടുക്കണത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രോബ്ലത്തിനെ മര്യാദയ്ക്ക് സ്റ്റഡി ചെയ്തിട്ട് വേണം, അതുപോലെ കസ്റ്റമറിൻ്റെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങളിവിടെ എഴുതണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ വരുന്നത് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസിൻ്റെ കമ്പോണൻസ് വരുന്ന ആദ്യം പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ദിസ് ഈസ് ദി പ്രോബ്ലം ഇഷ്യൂ ഫേസ്ഡ് ബൈ ദി കസ്റ്റമേഴ്സ് അല്ലേ. ദെൻ അപ്പോൾ ഇവരൊക്കെയാണ് ടാർഗറ്റ് ഓഡിയൻസ്, ഇത്രയും സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അഫക്റ്റഡ് ബൈ ദാറ്റ് പ്രോബ്ലം. അപ്പോൾ അവർ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ദെൻ പ്രപ്പോസ് സൊല്യൂഷൻ അല്ലേ. അപ്പോൾ അവർക്കൊരു പൊല്യൂഷൻ എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എയർ പൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവിടുത്തെ എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ക്രബ്ബേഴ്സോ അങ്ങനെ എന്തെങ്കിലും പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മലിനമായിട്ടുള്ള സാധനങ്ങളും അതിലേക്ക് ചിലപ്പോൾ സക്ക് ചെയ്തിട്ട് മീൻസ് അതിലേക്ക് ഇംബൈബ് ചെയ്തിട്ട് അഡ്സോർബ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റമാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ വാല്യൂ പ്രപ്പോസിഷൻ മീൻസ് യുണീക്ക് ബെനിഫിറ്റ് യുവർ സൊല്യൂഷൻ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തൊക്കെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? എയർ ക്ലീനിങ്, എയറിൻ്റെ ക്വാളിറ്റി നല്ലതായി മാറും. അതുപോലെ ഇപ്പോൾ ഹ്യൂമിഡിറ്റിയോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ, എന്ത് വാല്യൂ ആണ് നിങ്ങളുടെ ആ ഒരു മേ ബി അപ്പോൾ എന്തും ആവാം അല്ലെ, എന്തൊരു പ്രൊഡക്റ്റും ആവാം. അപ്പോൾ അങ്ങനെ എന്ത് വാല്യൂ ആണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്ത് വാല്യൂ ആണ് ആ ഫിലിം സൊസൈറ്റിക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ വക രീതിയിൽ ഇതിനെയാണ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തത് കസ്റ്റമർ നീഡ്സ് അസസ്മെൻറ്റ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? ഫസ്റ്റ് ടൂളായിട്ടുള്ള പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് അതിൻ്റെ പാർട്ട് വരുന്ന ഓറിയൻറ്റേഷൻ ആൻഡ് ക്യാൻവാസ് ഇൻട്രൊഡക്ഷൻ.
അപ്പോൾ അവിടെ പറയേണ്ട കാര്യം എന്താണ് കസ്റ്റമറിൻ്റെ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു റെമഡിയാണ്, സൊല്യൂഷനാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബ്ലം സെൻട്രിക് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. കസ്റ്റമറിൻ്റെ പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻസ് ആണ് ഇവിടെ ഇമ്പാർട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ്. ദെൻ കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ ഇഷ്യൂ, അണ്ടർസ്റ്റാൻഡിങ് വാട്ട് കസ്റ്റമേഴ്സ് ട്രൂലി നീഡ്സ് അല്ലേ, അവരുടെ എന്താണ്. അപ്പോൾ അതെങ്ങനെയാണ് കസ്റ്റമർ നീഡ്സ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക? സർവേ നടത്തുക, അത് ഓൺലൈൻ ഓഫ്ലൈൻ ക്വസ്റ്റനെയേഴ്സ് ഒക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് അവരുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഓൺ കസ്റ്റമർ പ്രിഫറൻസസ്, ഹാബിറ്റ്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ വരണം. എന്താണ് ഇഷ്യൂസ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ അവരെ എങ്ങനെ അത് എഫക്റ്റ് ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള സർവീസ് നടത്തണം. ഇൻ്റർവ്യൂസ് ആവാം, അല്ലെങ്കിൽ എങ്ങനെ എന്നല്ലേ കാണാറില്ലേ നമ്മൾ ഇൻ്റർവ്യൂ, ഓരോ ഇതൊക്കെ പബ്ലിക്കിലേക്ക് വന്നിട്ട് മീഡിയ ചാനൽസ് അങ്ങനെയുള്ളവർക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു ഓൺടർപ്രണർ ആവാൻ ഉദ്ദേശിക്കുന്ന ആൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂ നടത്തുക. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അവരുടെ നിന്ന് ഓപ്പൺ ഡിസ്കഷൻസും ഓപ്പൺ റെസ്പോൺസസും കിട്ടും. ആ രീതിയിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെ ഇംപ്രവൈസ് ചെയ്യാനുള്ള പോയിന്റ്സ് കിട്ടും. ഒബ്സർവേഷൻസ് അല്ലേ, വാച്ചിങ് കസ്റ്റമേഴ്സ് ഇൻട്രാക്ട് വിത്ത് സിമിലർ പ്രൊഡക്ട്സ്. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും ശരിയാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുമ്പോഴാണ് നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇതുള്ളത്, ഇപ്പോൾ എന്തെങ്കിലും പൊല്യൂഷൻ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടും ഈ തരത്തിലുള്ള മാസ്ക് ഒക്കെ ഇട്ടിട്ടും ഞങ്ങൾക്ക് ശരിയാവുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ തരം ഒരു മാസ്ക് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അവർ കസ്റ്റമേഴ്സ് സിമിലർ പ്രോഡക്ട്സ് ഓർ സർവീസസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും കൊടുക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള, നിങ്ങളുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനും ഇംപ്രവൈസ് ചെയ്യാനുള്ള പോയിന്റ്സ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്. പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ്റെ സെക്കൻഡ് എലമെന്റ് ആണിത്. ദെൻ അടുത്ത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മാർക്കറ്റിന് ഓവറോൾ മാർക്കറ്റിനെ ചെറിയ സെഗ്മെന്റ്സ് ആയിട്ട് ഭാഗിക്കുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുക. അതിൽ തന്നെ 4 തരം സെഗ്മെന്റേഷൻ മെത്തേഡ്സ് വരുന്നുണ്ട്. ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഏജ്, ജെൻഡർ, ഇൻകം, ഓക്യുപ്പേഷൻ എന്ന് പറയുന്ന ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നതെങ്കിൽ ഡെമോഗ്രാഫിക് ആണ് അല്ലേ. ഇപ്പോൾ ചില സിനിമകൾക്കൊക്കെ ആണെങ്കിൽ ഏജ്, ജെൻഡർ, ഏജ് ബേസ് ആയിട്ട് നമുക്കത് ഇതുണ്ടാവും. പിന്നെ ജെൻഡർ എന്ന് പറയുമ്പോൾ ചിലപ്പം മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ്, അപ്പം അങ്ങനെയുള്ള പല വിഭാഗത്തിന് ഓപ്പൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു ജെൻഡറിന് മാത്രം പറ്റിയതാവാം. ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ലക്ഷറി കാറുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ലോ ഇൻകം ഗ്രൂപ്പിന് പറ്റില്ല. അപ്പോൾ അത് എത്രയാണ് ഹൈ ഇൻകം ഗ്രൂപ്പ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു കമ്പനി അത്രയും എണ്ണയൊക്കെ അല്ലേ ഇറക്കാൻ മീൻസ് അല്ലെങ്കിൽ നഷ്ടത്തിലായി പോവും അങ്ങനെ കേട്ടോ. അപ്പോൾ ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ ഒരു കാറൊക്കെ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഒരു ഡെമോഗ്രാഫിക്, അല്ലെങ്കിൽ ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട് ആ ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് എണ്ണമല്ലേ ഉണ്ടാക്കാൻ പാടുള്ളൂ. മേ ബി ടോയ്സ് ഒക്കെ ആണെങ്കിൽ കുട്ടികളുടെ ഒരു കൗണ്ടൊക്കെ എടുത്തിട്ട് ഇത്ര കുട്ടികളാണ്, അപ്പോൾ അവരുടെ എഗെയിൻ ആ കുട്ടികൾ വരുന്ന ഇൻകം ഗ്രൂപ്പ് ഇതാണ്, അപ്പോൾ ഇത്ര ഒരു ടോയ്സ് ഷോപ്സും കാര്യങ്ങളൊക്കെ അല്ലേ വരാൻ പാടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഡെമോഗ്രാഫിക് ആയിട്ട് സെഗ്മെന്റ് ചെയ്യുക. ഫസ്റ്റ് വൺ. അടുത്ത ജിയോഗ്രാഫിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ലൊക്കേഷൻ, ക്ലൈമറ്റ് ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസിൻ്റെ രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ സെഗ്രിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജിയോഗ്രാഫിക്. അപ്പോൾ അത് ഇപ്പോൾ പല ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോത്തിങ്ങിൻ്റെയൊക്കെ ബേസിൽ പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് അല്ലെ, ഹോട്ട് റീജിയൻസിലുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കോൾഡ് റീജിയൻസിലുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ, മീൻസ് അതിനനുസരിച്ചിട്ടുള്ള കൗണ്ടും കാര്യങ്ങളും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഒക്കെയാണ് മാനുഫാക്ചേഴ്സ് മീൻസ് ആ ഒരു അതിൻ്റെ ബിസിനസ് ആൾക്കാർ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനെയാണ് ജിയോഗ്രഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ബിഹേവിയറൽ എന്ന് പറയുമ്പോൾ യൂസേജ് പാറ്റേൺസ്, ബ്രാൻഡ് ലോയൽറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, അതിൻ്റെ ബേസിൽ നിങ്ങൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുക. യൂസേജ് പാറ്റേൺസ്, അപ്പോൾ ചില ആൾക്കാർ എപ്പോഴും ഒരേ സാധനമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ചിലവർ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് പുതിയത് വരുമ്പോൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്നതുണ്ടാവും. അതുപോലെ ചിലവർ ചില ബ്രാൻഡിൽ മാത്രം യൂസ് ചെയ്യുന്നതുണ്ട്, ചിലവർ ബ്രാൻഡ് മാറ്റി മാറ്റി ഇതുണ്ടാവും ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സൈക്കോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റൈല്, വാല്യൂസ്, ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ ആ മാർക്കറ്റിനെ, അപ്പോൾ അത് ഓരോ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. ലൈഫ് സ്റ്റൈല്, വാല്യൂസ്, ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ ആ ഒരു മൊത്തം മാർക്കറ്റിനെ കാറ്റഗറൈസ് ചെയ്യുക അല്ലേ. ഇത്രയും ആൾക്കാർ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നവരാണ്, അപ്പോൾ അവർക്ക് ഈ ഒരു ഷൂസോ ക്ലോത്തിങ്ങോ എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്കിൽ അപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്യാം, അങ്ങനെ ഒരു കണക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ സൈക്കോഗ്രാഫിക് എന്ന് പറയും.
അടുത്തത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, റിസോഴ്സസ് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈ എന്നുള്ള രീതിയിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ ഈ ഒരു സെഗ്മെൻറ്റേഷൻ നമ്മളെ സഹായിക്കും. ഓക്കെ, ടൈലേർഡ് മാർക്കറ്റിംഗ് എഫേർട്സിനെയൊക്കെ എൻഷുർ ചെയ്യാനും അത് സഹായിക്കും. ദെൻ അടുത്തത് വാല്യൂ പ്രപ്പോസിഷൻ. നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് വാല്യൂ പ്രപ്പോസിഷൻ. വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ വൈ യുവർ പ്രൊഡക്റ്റ് ഷുഡ് ബി ചൂസൺ ബൈ ദി കസ്റ്റമേഴ്സ്. വൈ ഷുഡ് എ കസ്റ്റമർ ചൂസ് യുവർ പ്രൊഡക്റ്റ് ഓവർ അതേഴ്സ്. മറ്റുള്ള കുറേ ഇതേ സിമിലർ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ എന്തിനുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഇതിനെയാണ് വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബിംഗ് ദി യുണീക്ക് വാല്യൂ ഓഫ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്, അല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ്, അപ്പോൾ അതിൻ്റെ കസ്റ്റമർ നീഡ്സ്, അപ്പോൾ അത് നിങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ കസ്റ്റമറിൻ്റെ നീഡ്സ് ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് യുവർ പ്രൊഡക്റ്റ്. ദെൻ അതിൻ്റെ ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്നും ഇത്രയും ഫീച്ചേഴ്സ് അതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സോ ദാറ്റ് ഈസ് എ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടേഴ്സ്. സോ ഇത് മൂന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി യു ആർ ഗിവിങ് ദി സോളിഡ് പ്രൂഫ് ദാറ്റ് യുവർ പ്രൊഡക്റ്റ് ഈസ് യുണീക്ക്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളിത് വാങ്ങണം എന്നൊരു അർത്ഥമാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിനെയാണ് വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തൊരു ഇത്. അടുത്തത് കോമ്പറ്റീറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി വീണ്ടും ഒരു സ്ലൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് കോമ്പറ്റീറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഹു ആർ കോമ്പറ്റീറ്റേഴ്സ്, ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും നമുക്ക് ഒരേ സാധനം അത് കാർട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത് വാങ്ങിക്കാമല്ലോ. ഒരേ സാധനം ചിലപ്പോൾ ഒരേ ബുക്ക് ആമസോണിലും ഉണ്ടായിരിക്കും ഫ്ലിപ്കാർട്ടിലും ഉണ്ടായിരിക്കും, ഡ്രസ്സ് ആണെങ്കിൽ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഒരേ സാധനം രണ്ട് സ്ഥലത്തു നിന്ന് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ അല്ലേ അയാൾ മറ്റാൾ. അതുപോലെ ഒരേ കോഫി ഷോപ്പുകൾ ഉണ്ടെങ്കിൽ ഒരേ കോഫി ഷോപ്പ് ഒന്ന് കാപ്പി കുടിക്കാം, നമുക്ക് അപ്പുറത്തൊന്നും കുടിക്കാം. അപ്പോൾ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ. ഇനി ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റർ എന്താ നമ്മൾ പറയണേ, ഹു ആർ ദി സ്റ്റെപ്സ് കേട്ടോ. കോമ്പറ്റീറ്റീവ് അനാലിസിസിന് വേണ്ട സ്റ്റെപ്പാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദ കോമ്പറ്റീറ്റേഴ്സ്. ആരാണ് കോമ്പറ്റീറ്റർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ തന്നെ രണ്ട് തരമുണ്ട്, ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞ സിമിലർ പ്രൊഡക്റ്റ്. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ആമസോൺ, മിന്ത്ര, അത് പക്ഷേ മിന്ത്രയിൽ നമുക്ക് ക്ലോത്തിങ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ആമസോണിലാണെങ്കിൽ അത് ഒരു ഇതാണ്, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു എന്താണ്, അപ്പോൾ മിന്ത്രയിൽ ആമസോണിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും മിന്ത്രയിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ, പക്ഷെ എന്നാൽ ഡ്രസ്സുകൾ കിട്ടും, രണ്ടിടത്തും കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ അതുപോലെ കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്. കോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹെവി മീൽസ് ഒന്നും കഴിക്കാൻ പറ്റില്ല, പക്ഷേ ചായ കുടിക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിൽ പോലും കാപ്പി കുടിക്കാൻ പറ്റും, അല്ലേ? പക്ഷെ ഒരേ കാര്യം കിട്ടും, പക്ഷെ എന്താണ് എന്താ പറയുക, ഒരേ പോലെയല്ലല്ലോ, ഡിസിമിലർ ആണ്, പക്ഷേ നമുക്ക് ആ കാര്യം അവിടെ നിന്ന് സാധിച്ചെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഐഡൻറ്റിഫൈ ദ കോമ്പറ്റീറ്റേഴ്സ്, അത് കഴിഞ്ഞിട്ട് അനലൈസ് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ്. കോമ്പറ്റീറ്ററിൻ്റെ സ്ട്രാറ്റജീസ്, പ്രൈസിങ്, മാർക്കറ്റിംഗ് ടാക്ടിക്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് മനസ്സിലാക്കുക. അവരുടെ കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസിങ്, മാർക്കറ്റിംഗ് ടാക്ടിക്സ് എന്താണ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ദെൻ പെർഫോമൻസ് സ്വാട്ട് അനാലിസിസ്, ഇവാലുവേറ്റ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ കമ്പനിയുടെ അതുപോലെ കോമ്പറ്റീറ്ററിൻ്റെയും സ്വാട്ട് അനാലിസിസ്. ഇത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, ജസ്റ്റ് നമുക്കിത് പറഞ്ഞു പോകാം. അടുത്ത മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി. മാർക്കറ്റ് എൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ബാരിയേഴ്സ്, ലീഗൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രൊസീഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുപോലെ എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷനെ ഓവർകം ചെയ്തിട്ട് വേണം വരാനായിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ബാരിയേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് നല്ലൊരു എൻട്രി മോഡിൽ മേ ബി ഡയറക്റ്റ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാം, ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാം അത് നമ്മൾ എൻട്രി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ലോഞ്ച് പ്ലാൻ, അല്ലേ? ഔട്ട്ലൈൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. അപ്പം എന്താണ്, നമ്മളൊരു കടയൊക്കെ തുടങ്ങുമ്പോൾ ഒരു ഇനാഗുറേഷൻ കാര്യങ്ങളും അതിൻ്റെ പ്രൊമോഷൻ എന്നൊക്കെ വരില്ലേ, അല്ലെങ്കിൽ സിനിമയൊക്കെ ആണെങ്കിലും നമുക്കറിയാം. അപ്പം അങ്ങനെ അതിലെല്ലാം നമ്മളതിനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്യും. പ്രൈസിങ് മോഡൽസ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. ദെൻ അത് എങ്ങനെ ലഭ്യമാവും അത് കസ്റ്റമേഴ്സിന് എന്നുള്ള കാര്യങ്ങളും നമ്മളതിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിനെയാണ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി എന്ന് പറയാം. അടുത്ത മാർക്കറ്റ് വാലിഡേഷൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് മാർക്കറ്റ് വാലിഡേഷൻ? എൻഷുറിങ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ് മീറ്റ്സ് ജെനുവൻ ഡിമാൻഡ്. നിങ്ങൾ ഡിമാൻഡ് അത് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ്, അല്ലേ? ഇത്ര എന്താണ്, ബിൽഡ് എ പ്രോട്ടോടൈപ്പ്, കളക്ട്, ദെൻ ഓക്കെ. അപ്പം ഇതാണ് പ്രോബ്ലം, ദിസ് ഈസ് ദ പ്രോബ്ലം. അപ്പം അതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളതെങ്കിൽ, അപ്പം അത് ആ ഒരു പ്രോബ്ലത്തിന് ഉള്ള സൊല്യൂഷൻ തന്നെയാണ് എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യണം ഫ്രം ദി
ഓണർ പാർട്ട് അല്ലെ, ഓണറിൻ്റെ ഭാഗത്തുനിന്ന് ഓണ്ടർപ്രണറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളത് ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കണം. അതിനെയാണ് മാർക്കറ്റ് വാലിഡേഷൻ എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാവുക? അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, നമ്മൾ അതിൻ്റെ ഏർലി ഫോം പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് അത് യൂസേഴ്സിന് കൊടുക്കുക. പിന്നെ അവരുടെ ഫീഡ്ബാക്സ് കളക്ട് ചെയ്തിട്ട് അവർ ഓക്കെ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബേസ്ഡ് ഓൺ ദിയർ ഫീഡ്ബാക്ക് നമുക്ക് അതിനെ വീണ്ടും ആ ഒരു പ്രോട്ടോടൈപ്പിനെ മോഡിഫൈ ചെയ്തിട്ട് അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കതിനെ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാർക്കറ്റ് വാലിഡേഷൻ ചെയ്യുമ്പോൾ റിസ്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ പ്രൂവ് ചെയ്യാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഫിറ്റ് ഫോർ യൂസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഓക്കെ, അതുപോലെ റെഗുലേറ്ററി ആൻഡ് ലീഗൽ കൺസിഡറേഷൻസും നമ്മൾ ഒബേ ചെയ്യണം. അപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ എന്താണ്, പലതരം ബിസിനസ്സുകളാവും അല്ലേ. ഇപ്പോൾ ഫുഡ് ബേസ്ഡ് ആയിട്ട് കൺസ്ട്രക്ഷൻ്റെ ബേസിലുള്ള ഓട്ടോമൊബൈൽ ബിസിനസ് ഉണ്ട്, പലതരം ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൺട്രിയിലുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസിനെ അബൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതുപോലെ എൻഫോഴ്സ്മെൻറ്റ്, റെഗുലേറ്ററി ഓപ്പറേറ്റ്, അതുപോലെ ഇതിൽ പറയുന്നുണ്ട് ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ റെഗുലേഷൻസ്. ഇത് നോട്ട് ചെയ്താൽ മതി കേട്ടോ. എക്സാമ്പിൾ എൻവിറോൺമെൻറ്റ് ലോസ്, ഇപ്പോൾ അല്ലേ നമുക്കറിയാം ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ എന്ത് ഇതാണെങ്കിലും എൻവിറോൺമെൻറ്റൽ ലോസ്, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, അതുപോലെ ലീഗൽ പ്രൊട്ടക്ഷൻസ് കാര്യങ്ങളൊക്കെ അതിനുണ്ടായിരിക്കണം. റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് അത് ഒബേ ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓർ പ്രോസസ് വാട്ട് എവർ. ദെൻ അതുപോലെ പേറ്റൻറ്റ് ലീഗൽ കൺസിഡറേഷൻസ് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് ഈ രീതിയിലുള്ള എന്ത് വേണം പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഹൈലി വർത്ത്. ഓക്കെ, അതുപോലെ ഇതിന് ലേബർ ലോസ്, ടാക്സ് ലോസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുകളൊക്കെ അബൈഡ് ചെയ്യുന്നതായിരിക്കണം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓർ പ്രോസസ്. ഓക്കെ, നൗ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, എന്താണ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ടൂൾ സെറ്റ് ഓർ ഫസ്റ്റ് ഫേസ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ്. അപ്പോൾ അതിൽ കണ്ടെയ്ൻ ചെയ്യേണ്ട എലമെന്റ്സ് ഇതൊക്കെയാണ്. ഓറിയന്റേഷൻ ആൻഡ് ക്യാൻവാസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിൽ പ്രോബ്ലം മനസ്സിലാക്കുക, അതിൻ്റെ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ സർവീസും ഇൻ്റർവ്യൂസും ഒക്കെ ചെയ്ത് അവരുടെ നീഡ്സ് അസസ് ചെയ്യുക, കസ്റ്റമറിനെ കാറ്റഗറൈസ് ചെയ്യുക, ഓർ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുക. അതാണ് അടുത്തൊരു കാര്യം ചെയ്യേണ്ടത് ഓണ്ടർപ്രണർ. ദെൻ വാല്യൂ പ്രപ്പോസ് ചെയ്യുക അല്ലേ, ആ ഒരു ഓണ്ടർപ്രണർ പറയണം, ഇതാണ് ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയണം, ദിസ് ഈസ് ദ യുണീക് ഫീച്ചർ ഓഫ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. കോമ്പറ്റേറ്ററിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്യണം, കോമ്പറ്റേറ്റീവ് അനലൈസ് ചെയ്യുക. ദെൻ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ മാർക്കറ്റ് വാലിഡേഷൻ, ഇതാണ് അതിൻ്റെ യൂസ് എങ്കിൽ അതിനെ എൻഷുറിങ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ് മീൻസ് ജെന്യുവൻ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്, അതിൻ്റെ ഡിമാൻഡും ചെയ്യാം. ദെൻ അടുത്തത് റെഗുലേറ്ററി ആൻഡ് ലീഗൽ കൺസിഡറേഷൻസ് അബൈഡ് ചെയ്യാനായിട്ട് ദ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കൺസിഡറേഷൻസ് ആർ ദ ലോസ്, റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഗവൺ ബിസിനസ് ഓപ്പറേഷൻ. ഓക്കെ, സോ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കൺസിഡറേഷൻസ് ഒബേ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓണ്ടർപ്രണറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൂൾ സെറ്റ്. അടുത്തത് വരുന്നത് കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നതാണ്. കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റിംഗ് ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ടു ഗൈഡ് ദ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈൻ അല്ലേ. നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റിംഗ് ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ടു ഗൈഡ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈൻ. അപ്പോൾ കസ്റ്റമേഴ്സിനെ പ്രൊഫൈൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. റിവ്യൂ മാർക്കറ്റ്, എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ളതും ഇപ്പോഴത്തെ കസ്റ്റമറിൻ്റെ ബിഹേവിയർ എന്താണ്. ഓക്കെ, കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ, ആ രീതിയിൽ മാർക്കറ്റ് റിസർച്ചുകൾ നടത്തുക. അത് കഴിഞ്ഞിട്ട് അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, കസ്റ്റമറിനെ സെഗ്മെൻറ്റ് ചെയ്യുക. ദെൻ കസ്റ്റമേഴ്സിനെ സെഗ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇൻഡിവിജ്വലി ഓരോ കസ്റ്റമറിൻ്റെയും ഏജ്, ഒക്യുപ്പേഷൻ, ഗോൾസ്, ചലഞ്ചസ് എന്നുള്ള രീതിയിൽ അവരുടെ പേഴ്സോണ ഡെവലപ്പ് ചെയ്യുക. ദെൻ അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്സ് കളക്ട് ചെയ്തിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ പ്രൊഡക്റ്റിനോ പ്രോസസ്സിനെ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് കസ്റ്റമർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് ഡീറ്റെയിൽ റെപ്രസെൻറ്റേഷൻസ് സീക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസൈനിലേക്ക് അതിനെ ഇംപ്രൂവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറയുക. അപ്പോൾ അതിലുള്ള സ്റ്റെപ്സ് എന്താണ്? മാർക്കറ്റ് റിസർച്ച് നടത്തുക, അത് കഴിഞ്ഞിട്ട് കസ്റ്റമറിനെ സെഗ്മെൻറ്റ് ചെയ്യുക, ദെൻ സെഗ്മെൻറ്റ് കസ്റ്റമേഴ്സ്, ദെൻ ഡെവലപ്പ് പേഴ്സോണ, ഇൻഡിവിജ്വലി ഓരോ കസ്റ്റമേഴ്സിൻ്റെയും പേഴ്സോണ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ വാലിഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ റിവ്യൂ ഓഫ് ദി മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഫൗണ്ടേഷൻ ഓഫ് കസ്റ്റമർ പ്രൊഫൈലിംഗ് ആണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് സർവേസ് നടത്തിയിട്ട് ഇൻ്റർവ്യൂസ്, അതുപോലെ
ഇൻഡസ്ട്രി റിപ്പോർട്ട്സിൻ്റെ ബേസിൽ നമ്മൾ റിപ്പോർട്ടുകൾ ജേർണൽസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സർവേസ് നടത്താം, ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് നടത്താം ഓരോ കസ്റ്റമേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ കസ്റ്റമർ ഓരോ ബിസിനസ് മാഗസീൻസിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ മാർക്കറ്റിനെ പറ്റി റിസർച്ച് നടത്താം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആരാണ് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഓർ സർവീസ് വാങ്ങിക്കുക എന്നുള്ളൊരു ഐഡിയ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഈ മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ ആരാണിത് വാങ്ങിക്കുക, എത്ര പേര് ആ ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഗ്രൂപ്പിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റിവ്യൂ ഓഫ് ദി മാർക്കറ്റ് റിസർച്ച് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അടുത്തത് അതിൽ വരുന്ന കസ്റ്റമർ പ്രൊഫൈലിംഗിൽ അടുത്ത ഭാഗമാണ് കസ്റ്റമർ സെഗ്മെന്റേഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡെമോഗ്രാഫിക്, ജിയോഗ്രാഫിക്, സൈക്കോഗ്രാഫിക് ആൻഡ് ബിഹേവിയറൽ. ഇപ്പോൾ ഓരോന്നിനും എക്സാമ്പിൾ പറയുന്നത് ഡെമോഗ്രാഫിക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ലക്ഷറി കാർ ആണെങ്കിൽ അല്ലേ, അപ്പോൾ അത് എന്താണ് ഹൈ ഇൻകം ഗ്രൂപ്പാണ്, അതും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും കൂടുതൽ വാങ്ങിക്കുക. അപ്പോൾ ആ രീതിയിൽ യു ഹാവ് ടു അക്കൗണ്ട് ദി സ്റ്റാറ്റിസ്റ്റിക്സ് എത്ര പേര് ഇപ്പോൾ ഇന്ത്യയിൽ എത്ര പേര് ഇത് വാങ്ങിക്കും എന്നുള്ളൊരു ഇത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ സെയിലും കാര്യങ്ങളും അതിൻ്റെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. അടുത്ത ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ലൊക്കേഷൻ ബേസ്ഡ് പ്രിഫറൻസസ്. അത് വിൻ്റർ ക്ലോത്തിങ് എന്ന് പറയുന്ന കോൾഡ് റീജിയനിൽ മാത്രമാണ് അവരത് യൂസ് ചെയ്യുള്ളൂ. അവർക്ക് എപ്പോഴും അല്ലേ കോൾഡ് റീജിയനിലാണ് എപ്പോഴും പെർസിസ്റ്റൻ്റ് ആയിട്ട് വിൻ്റർ ക്ലോത്തിങ് വേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ. ദെൻ സൈക്കോഗ്രാഫിക് എന്ന് പറയുമ്പോൾ വാല്യൂ ലൈഫ് സ്റ്റൈലിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇക്കോ കോൺഷ്യസ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് വില കൂടുതലുള്ള സാധനമാണെങ്കിൽ തന്നെ അവർ ആ വാല്യൂവിൽ ബിലീവ് ചെയ്യുന്നത് കൊണ്ട് അവരെപ്പോഴും ആ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, അപ്പോൾ അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. അടുത്ത ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ബൈയിങ് ഹാബിറ്റ്സ്, ബ്രാൻഡ് ലോയാലിറ്റി, ഫ്രീക്വൻറ്റ് ഓൺലൈൻ ഷോപ്പേഴ്സ് റെസ്പോണ്ട് ടു ഡിസ്കൗണ്ട് ഒക്കെ വരുമ്പോൾ കുറേ പേര് വാങ്ങിക്കുമെന്നുള്ളത് ഈ ഓരോ ഓണ്ടർപ്രണറിന് മനസ്സിലാവണം. ഈ ഒരു വെഞ്ചർ ഒരു ബിസിനസ് മാനെ അറിയണം, എന്നാലാണ് ആൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ. അതായത് കസ്റ്റമർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ദിസ് സ്റ്റെപ്പ് ബിൽഡ്സ് എ ഡീറ്റെയിൽ പിക്ചർ ഓഫ് യുവർ ഐഡിയൽ കസ്റ്റമർ വിത്തിൻ ഈച്ച് സെഗ്മെൻറ്റ്. അപ്പോൾ ഇതിലെന്താണ് ദിസ് സ്റ്റെപ്പ് ഇൻ ബിൽഡ്സ് ഡീറ്റെയിൽ പിക്ചർ ഓഫ് യുവർ നിങ്ങളുടെ കസ്റ്റമറിനെ പ്രൊഫൈൽ ചെയ്യുക. കസ്റ്റമറിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ, നെയിം, ഏജ്, ജെൻഡർ, ലൊക്കേഷൻ, അതുപോലെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, ബിഹേവിയറൽ ഇൻസൈറ്റ്സ്, ഗോൾസ് ആൻഡ് ചാലഞ്ചസ്, ബൈയിങ് മോട്ടിവേഷൻസ്, എക്സാമ്പിൾ നെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കസ്റ്റമറിനെ പ്രൊഫൈൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ കസ്റ്റമർ പ്രൊഫൈൽ എന്ന് പറയുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഓരോ സെഗ്മെൻറ്റിലും അല്ലേ, ഇപ്പോൾ ഡെമോഗ്രാഫിക് അങ്ങനെ പല സെഗ്മെൻറ്റിലുണ്ടെന്ന് പറഞ്ഞു, അതിൽ ഓരോ സെഗ്മെൻറ്റിലും വരുന്ന കസ്റ്റമേഴ്സിനെ പ്രൊഫൈൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലേ, ഇപ്പം നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആക്ച്വലി ദേ ആർ ടേക്കിംഗ് ട്രാക്ക് ഓഫ് അവർ പ്രൊഫൈൽ. അപ്പോൾ ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ രീതിയിലുള്ള പരസ്യങ്ങൾ നമുക്കിങ്ങനെ വരും അല്ലേ. ഇപ്പം നമ്മൾ ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അത് ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള വേറെ ആപ്പുകൾ വേറെ ഇത് പരസ്യങ്ങളൊക്കെ വരാറില്ലേ നമുക്ക് സിമിലർ ആയിട്ടുള്ള. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമർ പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻസും പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളക്ട് ചെയ്യുന്നതിനെയാണ് കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറയാം. ഓക്കെ, ദെൻ പേഴ്സോണ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ പേഴ്സോണ ഇസ് എ ഫിക്ഷൽ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ ഐഡിയൽ കസ്റ്റമർ. ഒരു കസ്റ്റമറിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ടെക് സാവി ടോം, ഏജ് 30 എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ആ ഒരു കസ്റ്റമറിൻ്റെ ഇൻഡിവിജ്വൽ കസ്റ്റമറിൻ്റെ പേഴ്സോണയെ ഫിക്ഷണൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതിനെയാണ് പേഴ്സോണ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തു. ഇപ്പോൾ ഇവരൊക്കെയാണ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിലൊരു സെഗ്മെൻറ്റ് ഓരോ സെഗ്മെൻറ്റിലും വരുന്ന കസ്റ്റമേഴ്സിനെ പ്രൊഫൈൽ ചെയ്യുക, ആളുടെ നെയിം, ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ശേഷം അയാളുടെ പേഴ്സോണനെ പറ്റിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് എന്താണ് ഇപ്പോൾ ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, മോട്ടിവേഷൻ എന്താണ്. അപ്പോൾ ആ രീതിയിൽ റാദർ ദാൻ പ്രൊഫൈലിംഗ് അപ്പോൾ ആ ഒരാളുടെ കാര്യങ്ങൾ കൂടുതലും ഒരു ബയോഡാറ്റ പോലെ ശേഖരിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് പേഴ്സോണ ഡെവലപ്മെൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്ഷണൽ റെപ്രസെൻറ്റേഷൻ. ദെൻ വാലിഡേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വാലിഡേഷൻ എൻഷുവേഴ്സ് ആക്യുറസി ഓഫ് യുവർ പ്രൊഫൈൽസ് ആൻഡ് പേഴ്സോണ. റിയൽ വേൾഡ് ഫീഡ്ബാക്ക് റിഫൈൻസ് യുവർ അസംഷൻസ്. മെത്തേഡ് കണ്ടക്ട് ഫോക്കസ് ഗ്രൂപ്പ്സ് ടു ടെസ്റ്റ് യു അണ്ടർസ്റ്റാൻഡിങ് ദി കസ്റ്റമർ നീഡ്സ്. ലോഞ്ച് പൈലറ്റ് ക്യാമ്പയിൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്നും ബേസ്ഡ് ഓൺ ദി പ്രൊഫൈൽ നമുക്ക് ബേസ്ഡ് ഓൺ ദി കസ്റ്റമേഴ്സ് അവരിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട്
ഇപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് എത്രമാത്രം അവർക്ക് വർത്താണെന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും കാര്യങ്ങളും കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ സാധ്യത വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താലാണ് നമുക്കത് കസ്റ്റമർ സെഗ്മെൻറ്റേഷനും കസ്റ്റമർ പ്രൊഫൈലിങ്ങും ദെൻ അതിൻ്റെ ടു ദി കോർ പേഴ്സോണ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആൾക്കാരിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എഴുതാം കേട്ടോ. ദെൻ നോട്ട് ഓൾ ദി കസ്റ്റമേഴ്സ് മേ ബി ഈക്വൽ. അപ്പോൾ അതിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു അല്ലെ, കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ചെയ്തു, കസ്റ്റമർ പ്രൊഫൈലിംഗ് ചെയ്തു, ദെൻ അതിൽ ഓരോ കസ്റ്റമറിനെ നമുക്ക് പേഴ്സോണ ഡെവലപ്മെൻറ്റ് ചെയ്തു, അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്തു. പക്ഷെ ഇതിൽ എല്ലാ കസ്റ്റമേഴ്സും ചിലപ്പോൾ മേ നോട്ട് ബി ഈക്വലി വാല്യുബിൾ ടു യുവർ ബിസിനസ് അല്ലെ. ചില ആൾക്കാരുടെ ഇൻപുട്സ് ആയിരിക്കും കുറച്ചും കൂടി വർത്തായിട്ട് നമുക്ക് എടുക്കേണ്ടി വരിക. അപ്പം അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓൺടർപ്രനറിനെ അറിയണം. നോട്ട് ഓൾ ദി കസ്റ്റമർ സെഗ്മെന്റ്സ് ഓർ പ്രൊഫൈൽസ് മേ ബി ഈക്വലി വാല്യുബിൾ ടു യുവർ ബിസിനസ്. ഫോക്കസ് ഓൺ എഫേർട്സ്. അപ്പം അങ്ങനെ ഹയസ്റ്റ്, അപ്പം ഇങ്ങനെ നമ്മൾ നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് ഒരാളിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഹയസ്റ്റ് പ്രോഫിറ്റ് നിങ്ങളുടെ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐറ്റത്തിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലിനോ ഇമ്പാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വേണം എടുക്കാനായിട്ട്. ഹൗ ടു പ്രയോറിറ്റൈസ്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളുടെ ബിസിനസ് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, ബിസിനസ്സിന് ഒരു മിഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതിനോട് അലൈൻ ചെയ്യുന്ന പോലെയുള്ള പോയിന്റ്സ് ആണ് ആ ഫീഡ്ബാക്സിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നെഗറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മീൻസ് അങ്ങനെ ആ രീതിയിൽ മനസ്സിലാക്കിക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഏറ്റവും വർത്തായിട്ടുള്ള പ്രോഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സംഭവത്തിനെ നമ്മൾ വേണം ആ ഒരു ആളുടെ ഫീഡ്ബാക്ക് വേണം എടുക്കാമെന്നുള്ള രീതിയിൽ എഴുതി. അതുപോലെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, അപ്പോൾ അങ്ങനെ വാലിഡേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് കസ്റ്റമറിൽ നിന്നും ഐഡിയാസൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ റിഫൈൻ ചെയ്യാണ്. ദെൻ ടൈലർ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെസ്സേജിങ്. അപ്പോൾ ഇതിലെന്താണ് കമ്മ്യൂണിക്കേഷൻ മെസ്സേജിങ്? നിങ്ങൾ അല്ലേ നമുക്ക് കൺവീനിയൻസ്. ഓക്കെ, CRM ഈ ഒരു ഓൺടർപ്രനർ എന്ത് ചെയ്യണം? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മെസ്സേജസ് ഒക്കെ അയക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് വരാറുണ്ട്, ഇപ്പോൾ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരാറില്ലേ, അതുപോലെ ഓരോ കസ്റ്റമറിൻ്റെ നമുക്ക് അങ്ങനെ ഓരോ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടും നമുക്ക് ഓരോ ഇപ്പോൾ നോട്ടീസായിട്ട് വരാറുണ്ട് അല്ലെ. ചില സ്ഥാപനങ്ങളുടെ നോട്ടീസ് നമുക്ക് ഓഫ്ലൈനായിട്ട് വരും, ഇത് ഓൺലൈൻ മെസ്സേജസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജസ് ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഓൺടർപ്രനർ ഷുഡ് ബി ലൈവായിട്ട് ആളുടെ ഒരു ഇൻഡസ്ട്രീനെ നിർത്തി ത്രൈവ് ചെയ്ത് പോകാനുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻസും മെസ്സേജസും ഇമ്പാർട്ട് ചെയ്യണം. എന്നാലാണ് ഈ കസ്റ്റമേഴ്സൊക്കെ റീറ്റെയിൻ ചെയ്ത് പോകുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഇപ്പോൾ അത് മറന്നു പോകും, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ മറന്നു പോകും. അപ്പോൾ ആ രീതിയിൽ ഓൺടർപ്രനർ കമ്മ്യൂണിക്കേഷൻ മെസ്സേജിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ദാറ്റ് യുവർ ഐറ്റം വിൽ ബി ഫെയർ ഇനഫ്. ഓക്കെ, ദെൻ അടുത്തത് അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ കസ്റ്റമർ പ്രൊഫൈലിങ്ങിൻ്റെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് കസ്റ്റമർ പ്രൊഫൈലിംഗ് ഇമ്പോർട്ടൻറ്റ്? കസ്റ്റമർ പ്രൊഫൈലിംഗ് ചെയ്താലാണ് നമുക്ക് ഓരോ കസ്റ്റമറിൻ്റെയും ഫീഡ്ബാക്ക്, അണ്ടർസ്റ്റാൻഡിങ് യുവർ കസ്റ്റമേഴ്സ് അല്ല യുവർ ഓഫർ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ കസ്റ്റമേഴ്സ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ കസ്റ്റമർ പ്രൊഫൈൽ ചെയ്താലാണ് നമുക്ക് നെയിം ഏജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്താലാണ് എഫിഷ്യൻ്റ് ആയിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ കസ്റ്റമറിനെ റിട്ടേൺ ചെയ്യാനും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിനും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓൺടർപ്രനറിൻ്റെ ലാഭം കിട്ടണമെങ്കിലൊക്കെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്സും കിട്ടണം. ആ ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ, കസ്റ്റമറിനെ നമ്മൾ അല്ലേ, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേരും ഇതൊക്കെ എഴുതി വെക്കില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫൈൽ കസ്റ്റമർ പ്രൊഫൈലിംഗ് മോഡാണ്. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ പേരും ഇതും എഴുതി വെക്കാൻ പറയും. പിന്നെ നമുക്ക് അവിടെ നിന്ന് മെസ്സേജസും കാര്യങ്ങളും വരാൻ തുടങ്ങും. പിന്നെ അവനെ റേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് റേറ്റിംഗ് കൊടുക്കും, അവരുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഓൺടർപ്രനർ അല്ലെങ്കിൽ ഈ ബിസിനസ്സുകാരൻ എന്ത് ചെയ്യണം? കസ്റ്റമർ പ്രൊഫൈൽ ശേഖരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പേര് എഴുതി വെക്കുന്ന പരിപാടിനെയാണ് കസ്റ്റമർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടെങ്കിലാണ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ അയാളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ുള്ള റിസോഴ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് ബിസിനസ് ഫ്ലറിഷ് ചെയ്യാനും കസ്റ്റമർ റിറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് പ്രാക്ടിക്കൽ ടൂൾസ് ഫോർ കസ്റ്റമർ പ്രൊഫൈലിംഗ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് കസ്റ്റമർ പ്രൊഫൈലിംഗ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ വരാറില്ലേ ഗൂഗിളിൽ കുറേ ഇതൊക്കെ നമ്മൾ ചില വെബ്സൈറ്റുകളും അല്ലെങ്കിൽ ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഗൂഗിൾ
ചോദിക്കാറുണ്ട്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അവർ ആ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യുന്നതാണ്. അല്ലെ, നമുക്ക് അത്യാവശ്യമുള്ള വല്ല ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർ പറയും അലോ ഡോണ്ട് അലോ എന്ന് പറഞ്ഞിട്ട് വരാറില്ലേ മെസ്സേജ്. അപ്പോൾ അലോ കൊടുത്താലേ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷെ അലോ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിൾ എടുക്കുകയാണ്, ഗൂഗിൾ അനാലിറ്റിക്സ്. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമർ പ്രൊഫൈലിംഗ് നടക്കാറുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അല്ലേ, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വരും. അപ്പോൾ ആ രീതിയിൽ സോഷ്യൽ മീഡിയ ഇൻസൈറ്റ് വഴി, സർവീസ് വഴി, അല്ലെങ്കിൽ കസ്റ്റമർ പ്രൊഫൈൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഗൂഗിൾ ഫോംസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ അല്ലേ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുക, മീൻസ് ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സർവേ ഫോംസ് ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കസ്റ്റമർ പ്രൊഫൈലിങ്ങിൻ്റെ ടൂൾസ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ പ്രൊഫൈലിംഗ് വെരി ഗുഡ് ടൂൾ ആണെന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ അതെന്താണ് ആക്ച്വലി, ഇതെന്തായിരുന്നു ദ ടൂൾ സെറ്റ് അല്ലേ, ദ ഓൺടർപ്രണർഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓൺടർപ്രണറിൻ്റെ സെക്കൻഡ് ഫേസ് ആണ് കസ്റ്റമർ പ്രൊഫൈലിംഗ്. ലാസ്റ്റ് വൺ ഓൺടർപ്രണർ ആരെയും കൂടി അനലൈസ് ചെയ്യണം. ഓൺടർപ്രണർ ഇപ്പോൾ ആദ്യം ഒരു പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പയർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കസ്റ്റമറിനെ പ്രൊഫൈൽ ചെയ്തു. ഇനി ആരെ അനലൈസ് ചെയ്യണം? കോമ്പറ്റേറ്റർ അല്ലേ, ഇപ്പോൾ ഇയാൾ കൊടുക്കുന്ന ഈ സർവീസ് പോലെ വേറെ കൊടുക്കുന്ന ആൾക്കാരാണ് കോമ്പറ്റേറ്റേഴ്സ്. അപ്പോൾ അവരെ നന്നായി സ്റ്റഡി ചെയ്യേണ്ടേ, അനലൈസ് ചെയ്യേണ്ടത്, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കോമ്പറ്റേറ്റർ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ബിസിനസ്സിന് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ്, സ്വാട്ട്, സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ടൊക്കെ മനസ്സിലാക്കി, അതുപോലെ അവർ നിങ്ങളുടെ പൊസിഷൻ എന്താണ് മാർക്കറ്റിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ കോമ്പറ്റേറ്റർ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ കീ കമ്പോണൻസ് എന്തൊക്കെയാണ്, ആരാണ് കോമ്പറ്റേറ്റർ അത് എന്നുള്ളത് മനസ്സിലാക്കണം, അവരുടെ പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യണം, അവരുടെ സ്വാട്ട് അനാലിസിസ് ചെയ്യണം, മാർക്കറ്റ് പൊസിഷനിങ് ചെയ്യണം, കസ്റ്റമർ ഫീഡ്ബാക്ക്. അപ്പോൾ അവരുടെ അല്ലെ, ഇപ്പോൾ നമ്മൾ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ മറ്റേ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് എന്ന് ഉള്ളതും കൂടി അറിയണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പിന്നെ പ്രൈസിങ് അനാലിസിസ്, അവരുടെ പ്രൈസിങ് അനാലിസിസ് മനസ്സിലാക്കണം. ഓക്കെ, ദെൻ അവരിൽ നിന്ന് നിങ്ങളെ ഇപ്പം ഇത്രയൊക്കെ ചെയ്താലാണ് അവരിൽ നിന്ന് നിങ്ങളെ വിഭിന്നമാക്കാനുള്ള ഐഡിയാസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി കോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. സോ ഫസ്റ്റ് ഫേസ് ഇതിൽ വരുന്ന ഐഡന്റിഫൈ കോമ്പറ്റേറ്റേഴ്സ്. ആരാണത്? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതാണ് ഇത് പെപ്സി, കൊക്കോള എന്ന് പറയുന്നത് അതാണ് ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് വരുന്ന എന്താണ്? നെറ്റ്ഫ്ലിക്സ് ഓർ യൂട്യൂബ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. യൂട്യൂബിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ അല്ല. അപ്പോൾ ആ രീതിയിലാണ് ഇൻഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് വരുന്നത് അല്ലേ. സിനിമ നമുക്ക് യൂട്യൂബിലും കാണാം, നെറ്റ്ഫ്ലിക്സിലും കാണാം, പക്ഷെ അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ യൂട്യൂബ് ലൈവ് പോലെ അങ്ങനത്തെ ഒന്നും നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇൻഡയറക്റ്റ്. പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റർ എന്നും പറയുന്നത് പുതിയതായിട്ട് വരുന്ന എൻട്രൻസിനെ പറയുന്ന പേരാണ് എന്ത്, പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റേഴ്സ്. ഓക്കെ, ദെൻ അടുത്തത് മെത്തേഡ്സ് ടു ഐഡന്റിഫൈ കോമ്പറ്റേറ്റേഴ്സ്. എങ്ങനെയാണ് കോമ്പറ്റേറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക? അപ്പോൾ അത് മാർക്കറ്റിൻ്റെ കസ്റ്റമേഴ്സിന്ന് സ്റ്റഡി ചെയ്തിട്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് റിപ്പോർട്ട്സ്, ബിസിനസ് റിപ്പോർട്ടുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ മാർക്കറ്റ് റിപ്പോർട്ട്സ്, ഇൻഡസ്ട്രി പബ്ലിക്കേഷൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലുള്ളതല്ലേ, നമുക്ക് ആൾക്കാരോട് ചോദിച്ചാലൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ഈ ബിസിനസ് മാഗസീൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തത്, ഇപ്പോൾ കാറാണ് നിങ്ങളെങ്കിൽ വേറെ പ്രീമിയം കാർ, അങ്ങനത്തെ കാറുകൾ ഉണ്ടാക്കുന്ന ഇതൊക്കെ അറിയണമെങ്കിൽ മാഗസീൻസ് ഒക്കെ വായിക്കണ്ടേ. അതുപോലെ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റേറ്റേഴ്സ് ആരാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ കസ്റ്റമർ പ്രൊഫൈലിംഗ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ കോമ്പറ്റേറ്റർ പ്രൊഫൈലിംഗ് ചെയ്യണം. ആരെയും ഓൺടർപ്രണർ ഇതൊക്കെ ചെയ്യേണ്ട ആളാരാണ്? ഈ ആള് ബിസിനസ്സുകാരനാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആസ്പെക്ട്സ് ഓഫ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ബിസിനസ് മോഡൽ, അവരുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ്, അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഓഫർ ചെയ്യുന്നത്, ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, പ്രൈസിങ് സ്ട്രാറ്റജി എന്താണ്, മാർക്കറ്റ് അപ്രോച്ച് എന്താണ്, ഓപ്പറേഷണൽ സ്ട്രെങ്ത് എന്താണെന്നുള്ളതൊക്കെ പ്രൊഫൈൽ, അതൊക്കെയാണ് ഈ ഘടകങ്ങളൊക്കെയാണ്. ദീസ് ആർ ദി എലമെന്റ്സ് ഓഫ് കോമ്പറ്റേറ്റർ പ്രൊഫൈലിംഗ് അല്ലേ. അപ്പോൾ അവരുടെ ബിസിനസ് മോഡൽ എന്താണ്, എങ്ങനെയാണ് അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, അവരുടെ പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ ഓഫറിങ് എങ്ങനെയാണ് അല്ലേ, എങ്ങനെയാണ് മന്ത്ലി ഓഫറാണോ അങ്ങനെയൊക്കെ ഇല്ലേ. ഇപ്പോൾ ജിയോ, BSNL അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണോ കൊടുക്കുന്നത്, ഡെയിലി കൊടുക്കുന്ന പാക്കേജസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെയൊക്കെ ഇവർ വേറെ മൊബൈൽക്കാരാണെങ്കിൽ സിമ്മുകാർ അതറിയണ്ടേ. അതുപോലെ ടാർഗറ്റ് ഓഡിയൻസ്, പ്രൈസിങ് സ്ട്രാറ്റജി എന്താണ്, മാർക്കറ്റിംഗ് അപ്രോച്ച്, ഓപ്പറേഷണൽ സ്ട്രെങ്ത്, ഈ വക കാര്യങ്ങളൊക്കെ ആര് പ്രൊഫൈൽ ചെയ്യണം, പ്രൊഫൈലിൽ തയ്യാറാക്കണം. ഓൺടർപ്രണർ തൻ്റെ കോമ്പറ്റേറ്ററിനെ പറ്റി ഇതാക്കണം. അടുത്ത ടൂൾസ് ഫോർ കോമ്പറ്റേറ്റർ പ്രൊഫൈലിംഗ്.
അപ്പോൾ എങ്ങനെയാണ് കോമ്പറ്റീറ്റർ നേരത്തെ പറഞ്ഞ അതേ കാര്യം കേട്ടോ, വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും. അടുത്ത SWOT അനാലിസിസ്. SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? SWOT എന്ന് പറയുന്നത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളതാണ് സ്ട്രെങ്ത്തിൽ വരുന്നത്. വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ പോരായ്മ, വേർ ഇസ് മൈ ഫോൾ ഷോട്ട്, വാട്ട് ആർ മൈ ഡിമെറിറ്റ്സ്, ആ രീതിയിലുള്ളതിനെയാണ് വീക്ക്നെസ് എന്ന് പറയുക. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ എനിക്ക് ഗ്രോ ചെയ്യാം, വാട്ട് ആർ ദി പോസിബിലിറ്റീസ് അല്ലേ, അങ്ങനെ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ ചെയ്താലാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാനൊരു BTech സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്തു, ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ അതിനനുസരിച്ചൊരു ആഡ് ഓൺ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ജോലി കിട്ടും. അപ്പോൾ അതാണ് അവിടെ ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ ഒരു ആഡ് ഓൺ കോഴ്സും കൂടി ചെയ്താൽ മതി. ഇപ്പോൾ AI ഒക്കെ ഉള്ളതൊക്കെ സ്ഥിതിക്ക് ചിലപ്പോൾ AI രീതിയിൽ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ടൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും, നല്ല പാക്കേജിലുള്ള ജോലി കിട്ടുമായിരിക്കും. അപ്പോൾ അതാണ് സ്ട്രെങ്ത്. ഓൾറെഡി BTech എന്ന് പറയുന്ന സ്ട്രെങ്ത് എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ കോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാല്യൂ ആഡഡ് കോഴ്സ് ചെയ്യുമ്പോഴായിരിക്കും, മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഇത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി വരുന്നത് കേട്ടോ. പിന്നെ ത്രെട്ട് എന്ന് പറയുന്നത് വാട്ട് റിസ്ക് ഡു ദേ ഫേസ്, എന്താണ് അവരുടെ റിസ്ക് എന്നുള്ളതാണ് ത്രെട്ടിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ SWOT അനാലിസിസ് സ്വന്തം ഈ ഓണ്ടർപ്രനർ എന്ത് ചെയ്യണം, സ്വന്തം SWOT അനാലിസിസ് ചെയ്യണം. കൂടാതെ ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ SWOT അനാലിസിസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽ പിക്ചർ അയാൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ സ്ട്രെങ്ത് അതാണ് SWOT അനാലിസിസ്. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന മാർക്കറ്റ് പൊസിഷനിങ്. അതായത് നമ്മൾ മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ കോമ്പറ്റീറ്റർ എവിടെയാണ് നിൽക്കുന്നത്, അതുപോലെ നിങ്ങൾ എവിടെയാണ് കോമ്പറ്റീറ്ററിൻ്റെ മുമ്പിലാണോ ബാക്കിലാണോ നിൽക്കണത് എന്നുള്ളത് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. അതിനെയാണ് മാർക്കറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. ഓക്കെ, അപ്പോൾ അതാണ് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് അവരുടെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. അപ്പോൾ അത് അനലൈസ് ചെയ്യണം. ദെൻ ബ്രാൻഡ് പെർസെപ്ഷൻ, കസ്റ്റമർ ലോയാലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, എങ്ങനെയാണ് അവരുടെ ബ്രാൻഡിനെ അവർ പെർസെപ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. ദെൻ കസ്റ്റമർ ലോയാലിറ്റി എങ്ങനെയാണ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എങ്ങനെ, ഇങ്ങനെയുള്ള അവരുടെ മാർക്കറ്റ് പൊസിഷനിങ്, മാർക്കറ്റിൽ അവരുടെ സ്ഥാനം എന്താണെന്നുള്ളതിനെ പറ്റി നിങ്ങൾ സ്റ്റഡി ചെയ്യണം. കസ്റ്റമർ ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂസ്, അണ്ടർസ്റ്റാൻഡിങ് ഈ കോമ്പറ്റേറ്റേഴ്സിനെ പറ്റി എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം എന്നുള്ളത് മാർക്കറ്റ് സർവേ നടത്തിയിട്ട് മനസ്സിലാക്കണം. അതിൽ നിന്ന് ഇൻസൈറ്റ്സ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുക്കണം. ദെൻ പ്രൈസിങ് അനാലിസിസ് മീൻസ് ഒപ്റ്റിമൽ പ്രൈസ് പോയിന്റ് ഫോർ യുവർ പ്രൊഡക്റ്റ്. പ്രൈസിങ് മെത്തേഡ്സ് ഒക്കെ അല്ല, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, അല്ല ഇതെല്ലാം പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, 3 തരത്തിലാണ് പ്രൈസിങ് വരിക. അപ്പോൾ എന്താണ് ഇതിൽ പറയണേ, ഈ കോമ്പറ്റേറ്റർ ഏത് രീതിയിലാണ് പ്രൈസ് ചെയ്യുന്നത്, അയാളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് പ്രൈസ് ചെയ്യുന്നത്. ചില ആൾക്കാർ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ചെയ്യും. അതായത് ആ ഒരു ഇപ്പോൾ എന്തെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള പൈസ, അതിൻ്റെ പ്ലസ് ഒരു പൈസ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയാം അല്ലേ. അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പൈസയുടെ കൂടെ കുറച്ച് സാധനം കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ പൈസയും കൂടി, ദാറ്റ് ഈസ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. വാല്യൂ ബേസ്ഡ് പ്രൈസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ സെറ്റിംഗ് പ്രൈസസ് ബേസ്ഡ് ഓൺ ദി പെർസീവ്ഡ് വാല്യൂ. ഇപ്പോൾ ചില സാധനങ്ങൾ സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ, അതായത് ഭൂമിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അപ്പോൾ അതിനൊരു വാല്യൂ ആക്ച്വലി ഉണ്ട്, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അപ്പോൾ എന്താവും, ഉണ്ടാക്കാനുള്ള പൈസയുടെ കൂടെ ആ സസ്റ്റൈനബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹൈ ആണ്. അപ്പോൾ ആ രീതിയിൽ വാല്യൂ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് ചിലവർ ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, കോമ്പറ്റേറ്റീവ് പ്രൈസിങ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് നമ്മൾ പ്രൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ 3 പ്രൈസിങ് മെത്തേഡ്സ് ആണുള്ളത്: കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, വാല്യൂ ബേസ്ഡ് പ്രൈസിങ്, കോമ്പറ്റേറ്റീവ് പ്രൈസിങ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റർ എന്താണ് ഫോളോ ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഹയർ എൻഡിലുള്ള ഒരു പ്രൈസിങ് മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എസ്റ്റാബ്ലിഷിങ് യുണീക്ക് ആട്രിബ്യൂട്ട്സ് ഓഫ് യുവർ പ്രൊഡക്റ്റ് ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ മാർക്കറ്റ്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിഭിന്നമാവുന്നത് എന്നുള്ളത് തന്നെയാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സുപ്പീരിയർ ക്വാളിറ്റി, ദെൻ എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസിനെ പറ്റി എന്താണ് നല്ലതാണ് എന്നുള്ള രീതിയിൽ പറയണം, അല്ല ഉണ്ടാവണം. ദെൻ ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഇക്കോ ഫ്രണ്ട്ലി ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ പ്രൊഡക്റ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം, ഡിഫറൻഷിയേറ്റഡ് ഫ്രം or unique from the competitors. ഓക്കെ, അപ്പോൾ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഉണ്ടാവണം. ദെൻ ലാസ്റ്റ് വൺ ബെഞ്ച്മാർക്കിംഗ്. ബെഞ്ച്മാർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, കമ്പയറിംഗ് യുവർ ബിസിനസ് പെർഫോമൻസ് വിത്ത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. ഇൻഡസ്ട്രി ഇതാണ് ആവശ്യപ്പെടുന്നത്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഇതാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അല്ലേ, ഇപ്പോൾ ഒരു
ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനോട് ഒത്തു പോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബെഞ്ച് മാർക്ക്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് അല്ലെ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി തന്നെ എടുക്കാം. പല കമ്പനീസ് ഇപ്പോൾ അല്ലേ, നിങ്ങൾ ഇന്റേൺഷിപ്പിന് ഇപ്പോൾ പല കമ്പനീസിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, നമുക്കൊരു ഇന്ത്യയിലൊരു ഇൻഡസ്ട്രിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. ഇത്ര ടൈം ഷെഡ്യൂളിനുള്ളിൽ ഇത്ര റിസോഴ്സസ് വെച്ചിട്ട് അല്ലേ, ഇപ്പോൾ ഇത്ര ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡിലേ ഇല്ല അതൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വരിക. അപ്പോൾ അതിനോടൊത്ത് അപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനി ഇങ്ങനെ കോൺട്രാക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ ലാഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നില്ലല്ലോ. അതുപോലെ അവിടെ കുറേ റിസോഴ്സസിൻ്റെ വേസ്റ്റേജ് വരിക, അതുപോലെ ലേബേഴ്സിനൊന്നും അത്ര ഒരു അവിടുത്തെ വർക്കേഴ്സിനൊന്നും ഒരു സുഖമില്ല, അത് കംഫർട്ടബിലിറ്റി ഇല്ലെങ്കിൽ അപ്പോൾ അതൊക്കെ എന്താണ് നല്ലതല്ല. അപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനോട് ഒത്തു പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് പെർഫോമൻസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് ഒത്തുപോവുകയാണെങ്കിൽ അതേപോലെയൊക്കെ മീൻസ് കമ്പയർ ചെയ്യുക, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിൽ സെയില്, കസ്റ്റമർ റിറ്റൻഷൻ, അതുപോലെ നല്ല രീതിയിൽ സെയിൽ ഉണ്ടാവുക. അപ്പോൾ കുറേ ഫ്ലാറ്റുകളൊക്കെ ഇയാൾക്ക് സെയിൽ ചെയ്ത് വിൽക്കാൻ പറ്റുക, അതുപോലെ കസ്റ്റമേഴ്സൊക്കെ അത് വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ്, യു ആർ ടു ദി ബെഞ്ച് മാർക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് ലെറ്റ്സ് ഇതിൽ വരുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കോമ്പറ്റേറ്റർ അനാലിസിസ് ഇൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ, കോമ്പറ്റേറ്റർ അനാലിസിസ് നമ്മൾ കണ്ടില്ലേ, എന്താണ് സ്റ്റെപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഐഡൻറ്റിഫൈ കോമ്പറ്റേറ്റേഴ്സ്, കോമ്പറ്റേറ്റീവ് പ്രൊഫൈലിംഗ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം. മേ ബി ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. എന്താണ് കോമ്പറ്റേറ്റേഴ്സ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ള രീതിയിൽ എക്സാമ്പിൾ പറയാണ്. അവിടെ ബീൻ എക്സാമ്പിൾ വെറുതെ 2 പേര് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കഫേ ബ്ലിസ് എന്ന് പറയുന്ന 2 കോഫി ഷോപ്പുകൾ. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, ഫാസ്റ്റ് ഫുഡ് ചെയിൻസ്, മെക്ഡൊണാൾഡ്സും ഗ്രോസറി സ്റ്റോഴ്സും സെല്ലിങ് കോഫി. അപ്പോൾ അതൊക്കെ അങ്ങനെ കസ്റ്റമർ പ്രൊഫൈലിംഗ് ജസ്റ്റ് നോക്കി വിട്ടാൽ മതി. അപ്പോൾ അത് എക്സാമ്പിളായിട്ട് ചില കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു എന്ന് മാത്രം കേട്ടോ. അടുത്തത് കോമ്പറ്റീറ്റർ അനാലിസിസിൻ്റെ ഗുണം. നമ്മൾ കസ്റ്റമർ പ്രൊഫൈലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ കോമ്പറ്റീറ്ററിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അത് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മാർക്കറ്റ് ഗ്യാപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്താണ് ഈ കോമ്പറ്റേറ്റേഴ്സൊക്കെ ഈ ഒരു മേഖലയാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും മേഖല ഉണ്ടായിരിക്കും, അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തി അല്ലെ, അവരൊക്കെ അത് ചെയ്തു, അവർ ചെയ്യാത്ത എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതെനിക്ക് ചെയ്തുകൂടെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ എൻഹാൻസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, ബിൽഡ് സ്ട്രാറ്റജീസ് ആറ്റ് ക്യാപിറ്റലൈസ് ഓൺ നമുക്ക് അവരുടെ സ്വാട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ അവരുടെ വീക്ക്നെസ്സും ത്രെട്ടുകളൊക്കെ മനസ്സിലായാൽ നമുക്ക് അതിൽ നിന്ന് അഡ്വാൻറ്റേജസ് എടുക്കാമല്ലോ. അതുപോലെ ഇൻഫോം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതുപോലെ ഏത് ചാനൽസ് ഓർ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്താലാണ് നമുക്ക് നമ്മുടെ അത് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഈ കോമ്പറ്റേറ്റർ അനാലിസിസ് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. റിസ്ക് മാനേജ്മെൻറ്റിനും ഈ ഒരു കോമ്പറ്റേറ്റർ അനാലിസിസ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, എങ്ങനെയാണ് കോമ്പറ്റേറ്റേഴ്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ, കസ്റ്റമർ പ്രൊഫൈലിങ്ങിൽ വാട്ട് ആർ ദി ചാനൽസ് ഫോർ കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നെ, ഡയറക്റ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയായിരിക്കാം, സോഷ്യൽ മീഡിയ, അതൊക്കെ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവരെ പറ്റി നമുക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ പറ്റുക, ടൂൾസ് ഫോർ കോമ്പറ്റേറ്റർ അനാലിസിസ്. കോമ്പറ്റേറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണോ ആണല്ലോ കോമ്പറ്റേറ്ററിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കോമ്പറ്റേറ്ററിനെ പറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ മനസ്സിലാക്കിയാൽ മതി. സോഷ്യൽ മീഡിയ വഴി, അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ മതി, ഗൂഗിൾ അലേർട്സ് വഴി, ഗൂഗിൾ വെബ് വഴി, അങ്ങനെയൊക്കെ കുറച്ച് പോയിന്റ്സ് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് അതിൻ്റെ ഇത്. ഇനി ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്കറിയാം, സ്ട്രൈറ്റ് ക്വസ്റ്റ്യനും ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്. അപ്പോൾ കേസ് സ്റ്റഡിയിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതിലെ ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് ഓൺടർപ്രണേഴ്സ് ഈസ് ഡെവലപ്പിംഗ് എ സൊല്യൂഷൻ ക്യാൻവാസ് ഫോർ സോളാർ പവേർഡ് വാട്ടർ പ്യൂരിഫയർ ടാർഗറ്റിംഗ് റൂറൽ മാർക്കറ്റ്സ്. ഡിസൈൻ their value proposition and draft the market validation strategy using the customer feedback. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഒരു സോളാർ പവർ യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ, വാട്ടർ അല്ലേ. അപ്പോൾ വാട്ടറിന് എന്തായിരിക്കും, ബാഡ് ക്വാളിറ്റി വാട്ടർ ആയിരിക്കും, നല്ലൊരു മലിനമായിട്ടുള്ള വെള്ളമായിരിക്കും. അപ്പോൾ അതിനെ നിങ്ങൾക്ക് പ്യൂരിഫൈ ചെയ്യണം. അത് പ്യൂരിഫൈ ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് എന്തൊക്കെ ചെയ്യാം, പ്യൂരിഫൈ ചെയ്യാനായിട്ട് നാച്ചുറൽ മെത്തേഡ്സ് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തിളപ്പിക്കാനായിട്ട് അല്ലേ ഇലക്ട്രിസിറ്റി വെച്ചിട്ട്
നമ്മുടെ കൺവെൻഷണൽ കറണ്ട് വെച്ചിട്ട് എന്താ പറയുക, ഇലക്ട്രിക്കൽ പവർ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവരിവിടെ ചെയ്തിട്ടുള്ളത് സോളാർ പവർ വെച്ചിട്ടാണ് നമ്മളതിനെ വാട്ടറിനെ ഹീറ്റ് ചെയ്തിട്ടോ പ്യൂരിഫൈ ചെയ്യാൻ പോകുന്നത്. ഹീറ്റോ എന്തെങ്കിലും ആവാം അല്ലേ, ഓസണൈസേഷനോ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ഡിസൈൻ വാല്യൂ പ്രപ്പോസിഷനും മാർക്കറ്റ് വാലിഡേഷനും ഒക്കെ കൊടുക്കാനാണ് ഇതിൽ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഈ സോളാർ പവേർഡ് വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ സോളാർ പവർ എന്ന് പറയുന്നതും ഒരു നല്ലൊരു കാര്യമാണ്, വാട്ടർ പ്യൂരിഫിക്കേഷനും നല്ലതാണ്. അപ്പോൾ ഇതിലെന്താ എഴുതിയിരിക്കണേ, ഈ അൺസേഫ് ആയിട്ടുള്ള വെള്ളം, ഒരു നല്ല പോർട്ടബിൾ സ്റ്റാൻഡേർഡ്സ്, ഡ്രിങ്കിങ് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്യൂരിഫൈ ചെയ്യണം എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ റൂറൽ മാർക്കറ്റിലെ യൂസേഴ്സിനൊക്കെ അതുകൊണ്ട് ഗുണം അല്ലേ വരുള്ളൂ. അൺസേഫ് ഡ്രിങ്കിങ് വാട്ടർ കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരാം. പക്ഷേ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ട്രഡീഷണൽ കറണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, കൺവെൻഷണൽ കറണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, പൈസയൊക്കെ കൂടുതൽ വരും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇവർ എന്താ ചെയ്യണേ, സോളാർ പവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോളാർ പവർ എന്ന് പറയുമ്പോൾ റിലയബിൾ, അഫോർഡബിൾ, എക്കോ ഫ്രണ്ട്ലി സോളാർ പവറാണ് അല്ലേ. നമുക്ക് സോളാർ പവറിന് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഒക്കെ വരും, പക്ഷേ എന്നാലും മറ്റേൻ്റെ അത്ര കറണ്ട് മാസം ഇതൊന്നും വരില്ലല്ലോ, കറണ്ട് ചാർജ് വരില്ല. അപ്പോൾ അതുകൊണ്ട് റിലയബിൾ ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോളാർ പവർ വെച്ചിട്ട് നമ്മൾ ഈ സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആക്കി മാറ്റുകയാണെങ്കിൽ അതാണ് അതിൻ്റെ വാല്യൂ പ്രപ്പോസിഷൻ. അപ്പം നിങ്ങൾ വെള്ളത്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അതുപോലെ ഈ പാഴ്ചെലവ് വരുന്നില്ല, ഇലക്ട്രിസിറ്റിയുടെ ഇത് വരുന്നില്ല അല്ലേ. അപ്പം അതിന് നല്ലൊരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലയബിൾ, അഫോർഡബിൾ, ഇക്കോ ഫ്രണ്ട്ലി സോളാർ പവർ കൊടുത്തിട്ട്. അപ്പം അതിൻ്റെ കീ ബെനിഫിറ്റ്സ് നോക്കൂ, ക്ലീൻ വാട്ടർ ആക്സസ് അല്ലേ. അപ്പം അങ്ങനെ ഒരു വാല്യൂ പ്രപ്പോസിഷനിൽ നമുക്കത് പറയാം. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോക്കുക, ഇടതു ഭാഗത്ത് എഴുതിയിട്ടുള്ളതൊക്കെ നോക്കുക. കസ്റ്റമർ പ്രോബ്ലം എന്തായിരുന്നു, അൺസേഫ് ഡ്രിങ്കിങ് വാട്ടർ ആയിരുന്നു. അപ്പോൾ അത് പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കറണ്ടൊന്നും ഇല്ലാത്ത സ്ഥലത്തുള്ള ആൾക്കാരാണ്, റൂറൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലപ്പം റൂറൽ അവിടുത്തെ ഇതിൽ കറണ്ടൊന്നും അങ്ങനെ ആക്സസിബിൾ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് ഉള്ളവരാണെങ്കിൽ തന്നെ അതിന് ഹൈ കോസ്റ്റ് കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇക്കോ ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ആയിട്ടുള്ള സോളാർ പവർ യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ, സോളാർ പവർ യൂസ് ചെയ്യുന്നു. അത് വെച്ചിട്ട് വെള്ളത്തിനെ തിളപ്പിച്ചിട്ട് നമ്മളതിനെ ശുദ്ധീകരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ക്ലീൻ വാട്ടർ ആക്സസ്. ദെൻ ഓഫ് ഗ്രിഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സോളാർ പവർ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേബിൾ ഇലക്ട്രിസിറ്റിയാണ്, അതന്നെ ഗ്രീൻ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയാണ്, ലോ മെയിൻ്റനൻസ് മതി, അഫോർഡബിൾ പ്രൈസിങ് ആണ്, സ്കെയിലബിൾ ആണ്, വീട്ടിലും യൂസ് ചെയ്യാം. അതുപോലെ ഒരു 10 പേർക്ക് ഉള്ള രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഇൻസ്റ്റലേഷനും നമുക്ക് ഈ സോളാർ ഗ്രിഡ്സ് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ അതാണ് അതിൻ്റെ വാല്യൂ പ്രപ്പോസിഷൻ. ഇടതു ഭാഗത്ത് പറയുന്നതാണ് വാല്യൂ പ്രപ്പോസിഷൻ. അപ്പം നിങ്ങളെ സോളാർ പവറും നല്ലതാണ്, വാട്ടർ പ്യൂരിഫയറും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം അടിപൊളിയാണെന്നുള്ള രീതിയിൽ അവിടെ എഴുതി വയ്ക്കാം. then അടുത്തത് മാർക്കറ്റ് വാലിഡേഷൻ. എങ്ങനെയാണ് അതിൻ്റെ മാർക്കറ്റ് വാലിഡേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ചെയ്യുന്നത്? അതെന്തായിരിക്കും മാർക്കറ്റ് വാലിഡേഷൻ സ്ട്രാറ്റജി? യൂസിങ് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കണം അല്ലേ. കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്തിട്ട് എങ്ങനെ നിങ്ങളുടെ ആ പ്രൊഡക്റ്റിനെ ഈ ഒരു പർപ്പസിന് ഫിറ്റ് ആണെന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്ത് പറയാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൽ ഐഡൻറ്റിഫൈ ടാർഗറ്റ് യൂസേഴ്സ്. ആരൊക്കെയാണ് ടാർഗറ്റ് യൂസേഴ്സ്? ലോക്കൽ ഹൗസ് ഹോൾഡ്, ഹെൽത്ത് വർക്കേഴ്സ്, ഇവരൊക്കെ ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്, റൂറൽ ഉള്ള സ്ഥലത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ്, ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക അല്ലേ. മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ഉണ്ടാക്കി കാണിക്കുക. ഒരു ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ഓക്കെ ആണെന്ന് കാണിച്ചാൽ, പൈലറ്റ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരത് കുടിക്കുമ്പോൾ മീൻസ് അതിൻ്റെ ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് അത് അനലൈസ് ചെയ്തിട്ട് വീണ്ടും ഇംപ്രവൈസ് ചെയ്ത് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മാർക്കറ്റ് വാലിഡേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി വെക്കണം. അടുത്ത് ഇതേപോലെ തന്നെ അടുത്തൊരു SWOT അനാലിസിസ് ഫോർ ലോഞ്ചിങ് എ സ്റ്റാർട്ടപ്പ് ഇൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള SWOT അനാലിസിസ് എന്താണ്? അപ്പോൾ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് ആണ് ആരുടെ? ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ആണ് ഇതുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോൾ എന്താണ് സ്ട്രെങ്ത്? ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ. അതുപോലെ നമുക്ക് കൺവെൻഷണൽ കറണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ വരുന്നത്. അപ്പോൾ അതുപോലെ ഈ നോൺ റിന്യൂവബിൾ സോഴ്സ് അല്ലേ. ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. മറ്റേ ഫോസിൽ ഫ്യൂവൽസ് പോലെ
ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്ന എനർജി വെച്ചിട്ടല്ല, നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി വെച്ചിട്ടല്ല അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് സസ്റ്റൈനബിൾ ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ ആണ്. അജൈൽ ആൻഡ് ഇന്നോവേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ദെൻ അത് ഒരു ഗുഡ് മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യാൻ, നിഷ് എന്ന് പറയുമ്പോൾ ഒരു ഫെയർ ആയിട്ടുള്ള മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യാനുള്ളതുണ്ട് അല്ലേ. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എന്താ സസ്റ്റൈനബിൾ ഗ്രീൻ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത്ത് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് മാർക്കറ്റിൻ്റെ. ദെൻ അടുത്തത് വീക്ക്നെസ് എന്തൊക്കെയാണ്? പക്ഷേ ലിമിറ്റഡ് ക്യാപിറ്റൽ ആൻഡ് ബ്രാൻഡ് റെക്കഗ്നൈസേഷൻ അത്ര ഒരു വ്യാപിച്ചു വന്നിട്ടില്ല ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു സംവിധാനം. അതുപോലെ സപ്ലൈ ചെയിൻ ആൻഡ് പ്രൊഡക്ഷൻ ചാലഞ്ചസ്, അതുപോലെ എല്ലാം ഇപ്പോൾ നമുക്കറിയാലോ എൻ്റെ ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാ അടുത്തും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ സപ്ലൈ ചെയിനും പ്രൊഡക്ഷൻ ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട്, ലാക്ക് ഓഫ് എസ്റ്റാബ്ലിഷ് കസ്റ്റമർ ട്രസ്റ്റ്, കസ്റ്റമറിൻ്റെ ട്രസ്റ്റ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഫ്ലറിഷ് ചെയ്ത് വരുന്നേ ഉള്ളൂ, ഇത് പ്രോഗ്രസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീക്ക്നെസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് വരുന്നത്? ഗവൺമെൻറ് ഇത് സബ്സിഡീസ് ഒക്കെ കിട്ടുന്നില്ലേ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ വാങ്ങിക്കാനായിട്ട്, അതുപോലെ ഗ്രീൻ പോളിസിയിൽ വരുന്നതാണ്. അതുപോലെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള റൈസിങ് അർബണൈസേഷൻ, എമിഷൻ റെഗുലേഷൻസ്, അപ്പോൾ അതിൻ്റെ നോയിസ് പൊല്യൂഷൻ അങ്ങനത്തെ ഇതൊന്നും വരില്ല. അതുപോലെ എമിഷൻസ് വരുന്നില്ല അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അതുപോലെ ത്രെട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ഫ്രം എസ്റ്റാബ്ലിഷ് പ്ലേയേഴ്സ്, റാപ്പിഡ് ടെക് ചലഞ്ചസ് ആൻഡ് ഒബ്സലൻസ്, ഹൈ റോ മെറ്റീരിയൽ കോസ്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ പൈസ കൂടുതലായിരിക്കും. അതിൻ്റെ ബാറ്ററിക്കൊക്കെ തന്നെ ഭയങ്കര പൈസയാണ്. കസ്റ്റമർ ദെൻ റേഞ്ച്, ചാർജിങ്ങിൻ്റെ കാര്യങ്ങളും, അതുപോലെ എത്ര കിലോമീറ്റേഴ്സിലല്ലേ അതിന് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയൊരു കൺസേൺ ഉണ്ട്. കോമ്പറ്റീഷൻ ഉണ്ട്, പല ബ്രാൻഡുകളൊക്കെ ഇതുപോലെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ ത്രെട്ട് വരുന്നത്. ദെൻ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പെർഫോം SWOT analysis for launching startup in electric vehicle എന്നാണ്. ഡിസ്കസ് ഹൗ ദി സ്ട്രാറ്റജീസ്, weakness, opportunities and threats identified in the analysis can inform market positioning and differentiation strategies. അപ്പോൾ മാർക്കറ്റ് പൊസിഷനിങ് എങ്ങനെയാണ്? സ്ട്രാറ്റജി ഇംപ്ലിക്കേഷൻസ്, പൊസിഷൻ, സസ്റ്റൈനബിൾ ടെക് ഡ്രിവൻ ഓൾട്ടർനേറ്റീവ് ഇൻ അണ്ടർ സെർവ്ഡ് നിഷസ്. അപ്പോൾ ഇതിനെ സസ്റ്റൈനബിൾ എന്നുള്ള രീതിയിലൊരു കാര്യമാണ്. ദെൻ ടെക്നിക്കലായിട്ടുള്ള ഒരു ഡ്രിവൺ ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഡിഫറൻഷിയേറ്റ്, ഇന്നോവേഷൻ ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ആൻഡ് സുപ്പീരിയർ യൂസർ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ യൂസേഴ്സിനൊക്കെ ഒരു പുതുമയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സസ്റ്റൈനബിൾ ആയതുകൊണ്ട് ഒരു മാർക്കറ്റ് പൊസിഷൻ ഹൈ വാല്യൂവിൽ കിട്ടും. ദെൻ സബ്സിഡീസും ഒക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ലിവറേജ് ഓപ്പർച്യൂണിറ്റീസ്, ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ദെൻ ത്രെട്ടുകൾ വരുന്നത് മോഡുലാർ ഡിസൈൻ, ഫ്ലെക്സിബിൾ ബിസിനസ് മോഡൽ ആൻഡ് സ്ട്രാറ്റജി അല്ലേ. അപ്പോൾ അത് മോഡുലാർ ആയുള്ള രീതിയിൽ അതിൻ്റെ അല്ലേ പല പാർട്ടുകൾ വെച്ചിട്ട് അതിനെ അസംബിൾ ചെയ്ത് നമുക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സ്ട്രാറ്റജി ഇംപ്ലിക്കേഷൻസും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ, വായിച്ചു വയ്ക്കാം. അടുത്തത്, സ്റ്റാർട്ടപ്പ് വാണ്ട്സ് ടു ക്രിയേറ്റ് ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ അത് ഇന്നലെ നമ്മൾ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും കവർ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് സജസ്റ്റ് പ്രൊഫൈലിംഗ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ അതിൽ പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇക്കോ ഫ്രണ്ട്ലി പാക്കേജ് എന്താണ്? ഇപ്പോൾ നിങ്ങളൊരു ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് കവർ കൊണ്ടുവരാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റേഴ്സ് ആരാണ്? അപ്പോൾ അത് പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റേഴ്സ് പറയുമ്പോൾ ഇതേപോലെ നിങ്ങൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് കുറച്ച് പേരുകൾ കൊടുത്തിരിക്കുക അവിടെ കേട്ടോ. ഇക്കോ എൻക്ലോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേര്, നോ ഇഷ്യൂസ്, പാക്ക് ഹെൽപ്പ്, ഗ്രീൻ സെൽ ഫോം. അപ്പോൾ അങ്ങനെ 4 ഡയറക്റ്റ് കോമ്പറ്റേറ്റേഴ്സിൻ്റെ പേരാണ് വെറുതെ കൊടുത്തിരിക്കുകയാണ്. ഇക്കോ എൻക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? സസ്റ്റൈനബിൾ ഷിപ്പിംഗ് സപ്ലൈസ് ആണ്, അവരുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. നോ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ കസ്റ്റം കമ്പോസ്റ്റബിൾ പാക്കേജ്, കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാക്കേജ് ആണെന്നുള്ളതാണ് അവരുടെ വാല്യൂ പ്രപ്പോസിഷൻ. പാക്ക് ഹെൽപ്പ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആൻഡ് സസ്റ്റൈനബിൾ പാക്കേജിങ് ഓപ്ഷൻസ്, കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ മുഖമുദ്രയെ വരുന്നത്. ദെൻ ഗ്രീൻ സെൽ ഫോം എന്ന് പറയുമ്പോൾ കമ്പോസ്റ്റബിൾ ഫോം പാക്കേജിങ്. അപ്പം അങ്ങനെ 4 പേര് എഴുതി വെച്ചു എന്ന് മാത്രം. എന്നിട്ട് അതിനെപ്പറ്റി ഓരോ ആദ്യത്തെ സസ്റ്റൈനബിലിറ്റിയിലാണ് അവരുടെ മെയിൻ പോയിന്റ്. രണ്ടാമത്തെ ആൾക്കാർ കസ്റ്റം കമ്പോസബിൾ പാക്കേജിങ് ആണ്. മൂന്നാമത്തെ ആൾക്കാർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് അവരുടെ ഫീച്ചർ. ദെൻ
ഗ്രീൻ സെല്ലോ ഫോം എന്ന് പറയുന്ന കമ്പോസ്റ്റബിൾ ഫോം പാക്കേജിങ് അങ്ങനെയൊക്കെ കേട്ടോ. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ട്രഡീഷണൽ പാക്കേജിങ് കമ്പനീസ്, എക്സാമ്പിൾ സീൽ, എയർ, ഇന്റർനാഷണൽ പേപ്പർ, അഡോപ്റ്റ്, എക്കോ ലൈൻസ്. ഓക്കെ, ദെൻ റീറ്റെയിൽ ഓർ ഇ കൊമേഴ്സ് ബ്രാൻഡ്സ് വിത്ത് ഇൻ-ഹൗസ് സസ്റ്റൈനബിൾ പാക്കേജിങ് സൊല്യൂഷൻസ്. അപ്പം ഇങ്ങനെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് 2 പേര് കൊടുത്തിട്ട് അതിനെ ഫീച്ചർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ ഇതേപോലെ ഇക്കോ പാക്കേജിങ് സ്പെഷ്യലിസ്റ്റുകൾ ആരാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. അടുത്ത SWOT അനാലിസിസ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട് അല്ലേ. കോമ്പറ്റേറ്റീവ് പ്രൊഫൈലിംഗ് മെത്തേഡ്സ് പറയുമ്പോൾ ടു പ്രൊഫൈൽ കോമ്പറ്റേറ്റേഴ്സ് കൺസിഡർ ദീസ് മെത്തേഡ്സ്. എന്തൊക്കെയാണ് മെത്തേഡും? ബിസിനസ് ഐഡിയ, കണ്ടക്ട് SWOT അനാലിസിസ് ഫോർ ദ ബിസിനസ് ഐഡിയ. ഇതാണ് ഇതിൻ്റെ ബാക്കിയാണ് കോമ്പറ്റേറ്റീവ് പ്രൊഫൈലിംഗ്. ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് സജസ്റ്റ് പ്രൊഫൈലിംഗ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ പ്രൊഫൈലിംഗ് മെത്തേഡ്സിലാണ് മാർക്കറ്റ് പൊസിഷനിങ്, SWOT അനാലിസിസ് എന്ന് പറയുന്ന ഓരോ പോയിന്റിൻ്റെ ബേസിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോമ്പറ്റേറ്റീവ് പ്രൊഫൈലിംഗ് മെത്തേഡ്സ്, കോമ്പറ്റേറ്റേഴ്സിനെ പ്രൊഫൈൽ ചെയ്യാനായിട്ട് ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്യാമെന്നാണ് പറയുന്നത്. പറ്റണ പോലെ പഠിക്കുക. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ രീതിക്ക് എഴുതിയാലും മതി കേട്ടോ. ആരൊക്കെയാണ് പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റേഴ്സ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ദെൻ അവരെ കോമ്പറ്റേറ്റീവ് പ്രൊഫൈലിംഗ് ചെയ്യുക. കോമ്പറ്റേറ്ററിൻ്റെ പ്രൊഫൈലിംഗ് എന്തൊക്കെയായിരുന്നു നമ്മളിവിടെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? കോമ്പറ്റേറ്റീവ് പ്രൊഫൈലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇത് കണ്ടോ, എന്താണ് അവരുടെ ബിസിനസ് മോഡൽ, എങ്ങനെയാണ് അവരത് ഓഫർ ചെയ്യുന്നത്. ഇപ്പം ഈ രീതിയിൽ എഴുതിയാലും മതി. ഇപ്പം ഇതിൽ കാണുന്ന പോലെ എഴുതണമെന്നൊന്നുമില്ല. ഹൗ ദേ ജനറേറ്റ് റവന്യൂ, എന്താണ് അവരുടെ ബിസിനസ് മോഡൽ, കോമ്പറ്റേറ്റേഴ്സിൻ്റെ എങ്ങനെയാണ് അവർ അത് ഓഫർ ചെയ്യുന്നത്, ഹു ആർ ദെയർ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ ഈ ഒരു 5 പോയിന്റ്സും വരുന്ന പോലെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ റൈറ്റ് ഭാഗത്തുള്ളത് നോക്കണ്ട, നിങ്ങളുടെ രീതിയിൽ തന്നെ അത് എഴുതി വയ്ക്കാം. അടുത്ത SWOT അനാലിസിസ് ഫോർ ദെയർ ബിസിനസ് ഐഡിയ. SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട് ആണ്. ഓക്കെ, സ്ട്രെങ്ത് എന്താണ്? ഇവിടെ എന്തായിരുന്നു? ഇത് ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് ആണ്. അപ്പോൾ റൈസിങ് ഡിമാൻഡ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് വേണം എന്നുള്ളത് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഡിമാൻഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. അതുപോലെ സ്ട്രോങ് എൻവിറോൺമെൻറ്റൽ വാല്യൂ ഉണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിന്. റെഗുലേറ്ററി സപ്പോർട്ട്, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്തുണ്ട്, റെഗുലേറ്ററി സപ്പോർട്ടുകളും ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, കാരണം പ്ലാസ്റ്റിക്കൊക്കെ ഇപ്പോൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. അപ്പോൾ അത് ഈ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതൊരു വാല്യൂ അല്ലേ കൊടുക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ലല്ലോ. യുണീക്ക് ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് ആണ് നിങ്ങളുടെ. അപ്പോൾ അതൊക്കെയാണ് സ്ട്രെങ്ത് വരുന്നത്. വീക്ക്നെസ് പറയുമ്പോൾ പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ചിലവുണ്ടാവും ഈ ഒരു സാധനം ഉണ്ടാക്കാൻ. തുണി വെച്ചിട്ടോ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോളിമർ വെച്ചിട്ടോ ഒക്കെ ആയിരിക്കില്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതുപോലെ ലിമിറ്റബിൾ സ്കെയിലബിലിറ്റി അല്ലേ. ഇത്രയും നമ്പറിൽ നമുക്കത് ഉണ്ടാക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. എഡ്യൂക്കേറ്റിംഗ് കസ്റ്റമേഴ്സ്, അതുപോലെ കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ചിലപ്പോൾ അവർക്ക് ഇഷ്ടം പ്ലാസ്റ്റിക്കിൽ മേടിച്ച് കൊണ്ടുപോകാനാവും. ഈ ഒരു തുണിയുടെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പൈസയും കൂടുതലാവും, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതും ഒരു വീക്ക്നെസ് ആണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇക്കോ കോൺഷ്യസ് ആയിട്ടുള്ള ബ്രാൻഡുകളായിട്ട് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളൊരു കമ്പനി ഇങ്ങനെ ഒരു കവർ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് വരാം. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. വേറെ കൺട്രീസിലേക്ക് നിങ്ങൾക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അല്ലെ, നന്നായിട്ട് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. ഇന്നോവേഷന് സാധ്യതകളുണ്ട്. ത്രെട്ട് എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്, ഇതേപോലെ വേറെ ഗ്രേറ്റ് റിസോഴ്സസ് ഉള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരായിട്ട് വേണം നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അതൊരു ത്രെട്ട് തന്നെയാണ്. ദെൻ പ്രൈസ്, സപ്ലൈ ചെയിൻ ചാലഞ്ചസ്, അതുപോലെ റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ത്രെട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പ്രപ്പോസ് എ പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൈസിങ് സ്ട്രാറ്റജി നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോസ്റ്റ് പ്ലസ് ആയിട്ടുണ്ട്, പിന്നെ വാല്യൂ പ്ലസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് 3 രീതിയിൽ പറഞ്ഞില്ലേ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചത് എഴുതിയാലും മതി. വാല്യൂ ബേസ്ഡ് ആകുമ്പോൾ എന്താണ്? ഇവിടെ വാല്യൂ ആണ്. ഹൈബ്രിഡ് പ്രൈസിങ് ഈസ് റെക്കമെൻഡഡ് എന്ന് പറയുമ്പോൾ വാല്യൂ ആണ്. അതായത് നിങ്ങൾ ആ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിനാണ് ഇവിടെ വില. അല്ലാതെ അത് ഉണ്ടാക്കാനുള്ള വിലയുടെ കൂടെ നമുക്ക് ആ സസ്റ്റൈനബിലിറ്റിയുടെ വാല്യൂവിനും കൂടിയും ഉള്ളൊരു പൈസ ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ടോട്ടൽ പ്രൈസ് MRP പറയുക. കാരണം അത് അങ്ങനെ ഒരു ഫീച്ചറാണല്ലോ, അങ്ങനെ ഒരു വാല്യൂ ആണല്ലോ അത് കൊടുക്കുന്നത്. വാല്യൂ ബേസ്ഡ് പ്രൈസിങ് ആണ് നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഹൈബ്രിഡ് പ്രൈസിങ് സ്ട്രാറ്റജി. ദെൻ
ടയേർഡ് പ്രൈസിങ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് സസ്റ്റൈനബിൾ പാക്കേജിങ് സ്മോൾ ബിസിനസ് ഒക്കെ ആണെങ്കിൽ ബേസിക് ടയർ ആ രീതിയിൽ പ്ലെയിൻ കമ്പോസ്റ്റബിൾ മെയിലർ അതന്നെ പലതരത്തിൽ ഇപ്പോൾ ഇതന്നെ എന്തുണ്ടാവാം ഒരു ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ 3 തരത്തിലുള്ള കവറുകൾ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് 3 ടയറിലെ പ്രൈസിങ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാമല്ലോ. മനസ്സിലായോ? ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ തന്നെ ഇപ്പോൾ പുതിയൊരു തരം പ്ലാസ്റ്റിക് വരുന്നില്ലേ, എന്താ പറയുക, വലിയ കുഴപ്പമില്ലാത്തൊരു തരം പ്ലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ കവറിൻ്റെ 3 തരത്തിലുള്ള രീതിയിലൊക്കെ ആക്കാം. കോമ്പറ്റേറ്റർ ബേസ്ഡ് പ്രൈസിങ് ഇൻ സെറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്നും നോക്കണമെന്നില്ല, നിങ്ങളുടെ രീതിയിൽ അത് എഴുതിയാൽ മതി. അതുപോലെ കാർബൺ സേവിങ് കാൽക്കുലേറ്റർ. ഇപ്പോൾ കാർബൺ എമിഷനൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൽ കുറവായിരിക്കും. ബയോഡിഗ്രേഡബിൾ ആണല്ലോ. പ്ലാസ്റ്റിക് ആകുമ്പോൾ എന്തായാലും അത് ഡിസ്പോസ് ചെയ്താലും അതിപ്പോൾ നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ കൊടുത്താലും കാർബൺ എമിഷൻ ഉണ്ടാക്കും. പക്ഷേ ഇവിടെ കാർബൺ എമിഷൻ ഇല്ല. നിങ്ങൾ കാരണം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതാണെങ്കിൽ കാർബൺ എമിഷൻ കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂവിൽ ആഡ് ചെയ്യാം, പ്രൈസിൽ ആഡ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഫുഡ് ടെക് കമ്പനി പ്ലാൻസ് ടു ലോഞ്ച് എ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മീൽ ഡെലിവറി സർവീസ്. Describe how they can profile their target customers. Suggest ways to validate their market assumptions. Recommend strategies for effective communication message. അല്ലെ, ഫുഡ് ടെക് കമ്പനി ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള മീൽ ഡെലിവറി സർവീസ്. ഒരു ഫുഡ് ടെക് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും എന്താണ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ആപ്പ് ഫുഡ് ടെക് കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് അവരുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ഹൗ ദേ ക്യാൻ പ്രൊഫൈൽ ദ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൊഫൈൽ ചെയ്യാൻ പറ്റുക? ടാർഗറ്റ് കസ്റ്റമേഴ്സിന് നമുക്ക് 3 തരത്തിലാണ് 4 തരത്തിലാണ് വരുന്നത്. ഡെമോഗ്രാഫിക്, സൈക്കോഗ്രാഫിക് ആൻഡ് ബിഹേവിയറൽ ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ ആ 4 തരത്തിൽ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഡെമോഗ്രാഫിക് എന്ന് പറയുക ഏജ്, ജെൻഡർ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്ര ഏജിലെ ആൾക്കാർ ഈ ഒരു ടെക് മീൽസ് അല്ലേ, ഇപ്പോൾ ടെക് ഡ്രിവൺ മീൽ സർവീസ്, അതായത് ആപ്പിൽ കൊടുത്താലാണ് സ്വിഗ്ഗി അല്ലെങ്കിൽ ഇതൊക്കെ വരിക. അപ്പോൾ ആ രീതിയിൽ ഇത്ര ഏജിലുള്ള എത്ര ആൾക്കാരുണ്ട്, അപ്പോൾ അവരിത് വാങ്ങിക്കുമായിരിക്കും. ഇത്ര ഇൻകം മേടിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർ ഈ ഒരു ഈ ഒരു ആപ്പിനെ ഫോളോ ചെയ്തിട്ട് മീൽസ് വാങ്ങുമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ചെയ്യാം അല്ലേ, ടാർഗറ്റ് കസ്റ്റമേഴ്സിന് നമുക്ക് പ്രൊഫൈൽ ചെയ്യാം. ദാറ്റ് ഈസ് ഡെമോഗ്രാഫിക്. ദെൻ അടുത്ത സൈക്കോഗ്രാഫിക് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ വെച്ചിട്ട് ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ജങ്ക് ഫുഡും കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നുണ്ടാവില്ല, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നമ്പറിങ് നമ്മൾ സീക്ക് ചെയ്യണം അല്ലേ, പബ്ലിക് ചെയ്ത് സീക്ക് ചെയ്താലാണ് ഈ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വർത്തായിട്ട് വർക്ക് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഫൈലിംഗ് ടാർഗറ്റ് കസ്റ്റമേഴ്സ്, ഡെമോഗ്രാഫിക്, സൈക്കോഗ്രാഫിക്, ബിഹേവിയറൽ, ഡെയിലി യൂസേഴ്സ്. ചില ആൾക്കാർ എന്തുണ്ടായിരിക്കും, ഒക്കേഷണലായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ല ഓർഡർ ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർ ഡെയിലി ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ ആർക്കറിയണം? ഈ ആപ്പിൻ്റെ ഓണേഴ്സിന്, റണ്ണേഴ്സിന് അറിയണം കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് വേസ് ടു വാലിഡേറ്റ് ദിയർ മാർക്കറ്റ് അസംപ്ഷൻസ്. വേസ് ടു വാലിഡേറ്റ് മാർക്കറ്റ് അസംപ്ഷൻസ് എന്ന് പറയുമ്പോൾ വാലിഡേഷൻ എൻഷുവേഴ്സ് ദാറ്റ് ബിസിനസ് ഐഡിയ മാച്ചസ് ആക്ച്വൽ ഡിമാൻഡ്. റെക്കമെൻഡഡ് മെത്തേഡ്സ് ഇൻക്ലൂഡ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമുക്കിതിൽ? ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് റീജിയൻ പൈലറ്റ് വിത്ത് സ്മോൾ വെന്യൂ ആൻഡ് ബേസിക് ടെക് മാർക്കറ്റ് അസംപ്ഷൻസ്. അപ്പോൾ അതിലാദ്യം നമ്മളൊരു പൈലറ്റ് റണ്ണിങ് എന്ന് പറയുന്ന പോലെ, അതായത് ഈ ആപ്പ് നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ട്രയൽ പോലെ കൊടുത്തിട്ട് അപ്പോൾ ആൾക്കാരത് എത്രമാത്രം ആൾക്കാരത് സ്വീകരിക്കുന്നു അല്ലേ. അപ്പോൾ ആപ്പ് യൂസ് ചെയ്യാനൊക്കെ അറിയുന്ന രീതിയിലുള്ള ആൾക്കാർക്കല്ലേ അത് പറ്റുള്ളൂ. അതിലും പിന്നെ ഫിൽട്ടർ ചെയ്തിട്ട് വേണം, ഇൻകം ബേസ് ചെയ്തൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് വേണം വരാൻ. അപ്പോൾ ആദ്യം നമ്മളൊരു പൈലറ്റ് എന്നുള്ള രീതിയിലുള്ള എന്ന് പറയുമ്പോൾ ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് രീതിയിൽ നമ്മൾ ചില ഇതൊക്കെ കാണാറില്ലേ, 7 ദിവസം ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള പോലെ. അപ്പോൾ ഈ ആപ്പ് 7 ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അവരതിൽ മീൽസൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ എടുത്തിട്ട് ഇംപ്രവൈസ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ് നോക്കുക കേട്ടോ. ഇപ്പോൾ സ്വിഗ്ഗിയൊക്കെ അങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആദ്യം അതൊരു ആപ്പിനെ ഒരു പൈലറ്റ് പ്രോഗ്രാമിലൂടെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അത് യൂസ് ചെയ്തിട്ട് എത്രമാത്രം ആൾക്കാരൊക്കെ അതിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരതിൻ്റെ എക്സ്പാൻഷൻ സബ്സ്ക്രിപ്ഷനൊക്കെ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അടുത്ത ലാസ്റ്റ് വൺ, സ്ട്രാറ്റജീസ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ.
കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് റെസൊനേറ്റ് വിത്ത് യുവർ ഓഡിയൻസ് ലൈഫ് സ്റ്റൈൽ വാല്യൂസ് ആൻഡ് പെയിൻ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ പൊസിഷനിങ് ഹെൽത്തി ഷെഫ് റെസ്റ്റോറൻറ്റ് മീൽസ് വീക്ക്ലി വെയിറ്റ് ഫോർ പൊസിഷനിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ കോർ വാല്യൂ പ്രപ്പോസിഷൻ എന്താണെന്നുള്ളത് ആ ഒരു ആപ്പിൽ കാണിക്കാം. ഹെൽത്തി ഷെഫ് ക്രാഫ്റ്റഡ് മീൽസ് ആണെന്നുള്ളതും, അതുപോലെ ടൈലർഡ് മെസ്സേജിങ്, കുക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് അത് കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ടാഗ് ലൈൻസ് ഒക്കെ അതിൽ കൊടുക്കാം. അതുപോലെ ഇമെയിൽ വഴി, സോഷ്യൽ മീഡിയ വഴി, SMS വഴി ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടൊക്കെ മെസ്സേജസ് ഈ കസ്റ്റമേഴ്സിന് അല്ലേ. അപ്പോൾ ആദ്യത്തെ 7 ദിവസം ഫ്രീ ട്രയൽ എടുത്ത ഒരാൾക്ക് ചിലപ്പോൾ ഈ മെസ്സേജസ് ഒക്കെ പോകും. അപ്പോൾ അത് കാണുമ്പോഴായിരിക്കും ആൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം, ഈ ഒരു മാസം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ മാസത്തിലെ 4 വീക്കെൻഡ്സ് വേണമെങ്കിൽ എനിക്ക് അവരെ നിന്ന് ഓർഡർ ചെയ്യാം എന്നൊക്കെ തോന്നുക. അപ്പോൾ ആ രീതിയിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മെസ്സേജിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ ഫ്ലറിഷ് ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഓർക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾക്ക് പാസ് മാർക്ക് 16 ആണെങ്കിലും പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നല്ല രീതിയിൽ എഴുതുക, ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ എഴുതി നല്ല ബ്യൂട്ടിഫുൾ ആക്കുക, നല്ല വൃത്തിയായിട്ട് എഴുതുക, ക്വാളിറ്റി ആയിട്ട് എഴുതുക, ക്വാണ്ടിറ്റി ആയിട്ട് എഴുതുക. അപ്പോൾ ഈ പറയുന്ന എല്ലാ പോയിന്റ്സൊന്നും ഓർമ്മയുണ്ടാവില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ടൂൾ സെറ്റ്സ് ആണ് പഠിച്ചത്. ദീസ് ആർ ദി 3 ടൂൾ സെറ്റ്സ് ടു സ്റ്റാർട്ട് എ ബിസിനസ് അല്ലേ. ഇതൊക്കെയായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ 3 ടൂൾ സെറ്റാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.